وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا النصح ينفع صنظيرا لشقوته بل كان يخرج أن يؤذي ذوي العبر يمزق القرد صفرا للصفارية إذا له نصحت في وابل المطر. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ധാരാളം പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഈ മുതലക്കുളം മൈതാനിയിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആശയ പ്രചരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ പലരും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയും വിപണിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ത്രീ രംഗ പ്രവേശനത്തെ സംബന്ധിച്ച് ഒരൽപ്പം സംസാരിക്കലാണ് എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എല്ലാ ആളുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ വളരെ ആസൂത്രിതമായി യോജിച്ച് അല്ലാഹുവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളും പ്രചണ്ഡമായ പ്രചരണങ്ങളും ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കിടയിൽ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരണം എന്നതിൽ അവർക്ക് ഇത്തിഫാഖ്, യോജിപ്പാണ് നാം കണ്ടുവരുന്നത്. കഴിഞ്ഞ പെരുന്നാൾ മാസപ്പിറവിയെ സംബന്ധിച്ച് ശബാബ് വാരികയിൽ 1997 ഫെബ്രുവരി 28 മുജാഹിദിന്റെ പത്രമായ ശബാബ് വാരികയിൽ നിങ്ങൾക്ക് കാണാം, തൃശൂരിൽ ജമാഅത്തുകാർക്ക് പെരുന്നാൾ ശനിയാഴ്ച. തൃശൂർ മുസ്ലിം ഭൂരിപക്ഷം ഫെബ്രുവരി 9 ഞായറാഴ്ച ഈദുൽ ഫിത്ർ ആഘോഷിച്ചപ്പോൾ ആ പറഞ്ഞത് ശരിയല്ല. മുസ്ലിം ഭൂരിപക്ഷം തന്നെ കേരളത്തിന്റെ ഏതോ ഒരു മൂലയിൽ മാത്രമുള്ളവരാണ് മുസ്ലിമീങ്ങൾ എന്ന് വിശ്വസിക്കുന്നത്, ഇസ്ലാം എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. ആ ഭാഗം ഇരിക്കട്ടെ. അതിനുശേഷം അവർ പറഞ്ഞു, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കാന്തപുരം ഗ്രൂപ്പുകാരോടൊപ്പം ശനിയാഴ്ചയാണ് പെരുന്നാൾ ആഘോഷിച്ചത്. മൈതാനിയിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുമെന്ന് പത്രപ്രസ്താവന ഇറക്കിയ ജമാഅത്തുകാർ ഇതിന് വിരുദ്ധമായി ശനിയാഴ്ച പള്ളിയിൽ തന്നെ പെരുന്നാൾ നിസ്കാരം നടത്തി. സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് തങ്ങൾ ശനിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കുന്നതെന്ന് പെരുന്നാൾ ഖുത്ബയിൽ ഖതീബ് പ്രത്യേകം ഉണർത്തുകയുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിക്കാർ എല്ലാ സ്ഥലത്തും സമൂഹത്തിന്റെ ഐക്യം ശ്രദ്ധിക്കാതിരുന്നത് തൃശൂരിൽ ഐക്യം ആവശ്യവും മറ്റുള്ള സ്ഥലത്ത് അനൈക്യം അനിവാര്യവുമായതുകൊണ്ടായിരിക്കണം. അതിനുശേഷം അനൈക്യത്തിന്റെ സൃഷ്ടാക്കളായിക്കൊണ്ട് ഐക്യം പ്രസംഗിക്കുന്ന ഇവരുടെ പതിവ് വല്ലവി ഇത്തവണ ഇവിടെയും ആവർത്തിച്ചു എന്ന് ശബാബ് വാരിക റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ വിഷയത്തിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും തമ്മിൽ തർക്കമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവരണം,
എന്നതിലും സ്ത്രീകൾ പള്ളിയിൽ ഉണ്ടായിരിക്കൽ നിസ്കാരത്തിന്റെ നിബന്ധനകളിൽ അതിപ്രധാനപ്പെട്ടതാണ് എന്നതിലും വലിയ തർക്കമൊന്നും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും പൂർവികരായ സഹാബികൾ, താബിയുകൾ തുടങ്ങിയ ഇസ്ലാമിലെ ആധികാരികമായി ഇസ്ലാമിന്റെ വിഷയങ്ങൾ പറയാൻ കേൾപ്പുറ്റ പണ്ഡിതന്മാരും എന്താണ് ഈ വിഷയത്തോട് സമീപിച്ചത്, എന്താണ് ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് മുസ്ലിം സമൂഹത്തിന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ഗ്രഹിക്കാനുതകുന്ന വിധം ഇവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനിതിനു മുമ്പ് മാസപ്പിറവിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മസ്അലകളിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞാനുമായി നേരിൽ സംസാരിക്കണം എന്ന് ഇവിടെ വെച്ച് പറഞ്ഞെങ്കിലും ഇതുവരെ ഞാനുമായി സംസാരിക്കാൻ ആരും തുനിഞ്ഞിട്ടില്ല എന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞതൊക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് എന്നാണ്. ഞാനുമായി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന ആൾ ഒന്ന് വേറെയും കൂർക്കം വലിക്കുന്ന ആൾ വേറെയും ആയിരിക്കണം, വിളിച്ചവരോട് നേരിടാനില്ല എന്ന് പറയുന്ന ചില ശബ്ദങ്ങൾ ഉണ്ടായതായി അറിഞ്ഞു. അള്ളാഹു അവർക്ക് നല്ലത് മാത്രം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തർക്കമുള്ള വിഷയങ്ങളിൽ മതപരമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ നേരത്തെ ആ വിഷയം സംസാരിച്ചത്. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു മസ്അല തെറ്റാണ് എന്ന് ഒരു കിതാബിന്റെ അടിസ്ഥാനത്തിൽ ആരും പറഞ്ഞതായി അറിവില്ല. ഞാൻ സുന്നികളോട് ആമുഖമായി പറയുന്നു, നിങ്ങൾ പരമാവധി ഭിന്നതകളൊക്കെ ഒഴിവാക്കി പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി യോജിച്ച് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഭാഗത്തേക്ക് പിന്നീട് കടന്നു വരാൻ കഴിയാത്തതുകൊണ്ട്, നേരത്തെ ഒരു പരിപാടി നടന്നിട്ട് ദിവസങ്ങൾ കഴിയാത്തതുകൊണ്ടും ഞാൻ ആ കാര്യം ഒന്ന് ആദ്യം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞെങ്കിലും അവിടെ ആ വിഷയത്തിൽ നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി ഒറ്റ വാക്കുകൂടി ആ വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകൾ ഇപ്പോൾ മസ്അലകളൊക്കെ മാറ്റിവെച്ച് സ്വയം കാലി ചമയുന്നവർ, കാലി ചവരകൾ എന്നൊക്കെ പറഞ്ഞവർ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. സ്വയം കാലി ചമയുന്നവർ ആരാണ്? അത് നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന മാതൃഭൂമി പത്രം ഒന്ന് വായിച്ചു നോക്കുക. 1997 ജനുവരി 10 വെള്ളിയാഴ്ച ഈ മാതൃഭൂമിയിൽ റമദാൻ മാസം ഉറപ്പിച്ചതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ മട്ടന്നൂർ സംയുക്ത ഖാദിയും സമസ്ത കേരള ജമിയത്തുലമ ജനറൽ സെക്രട്ടറിയുമായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവരും ഉറപ്പിച്ചു എന്ന് മാതൃഭൂമിയിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ മട്ടന്നൂരിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ അവിടെ ഖാദിയായിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഞാനത് മട്ടന്നൂരിൽ വെച്ച് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വയം ഖാദിയായി ചമഞ്ഞു എന്ന് പറയപ്പെടുന്നത് ആരാണ് എന്നത് ആ പറയുന്നവർ ആലോചിക്കേണ്ടതും, അത്തരം ആളുകൾക്ക് വല്ല അബദ്ധങ്ങളും പറ്റിയെങ്കിൽ അത് സ്റ്റേജിന്മേലിട്ട് സംസാരിച്ച് അവരെ കുറവാക്കാതിരിക്കേണ്ടതുമാണെന്ന് അത്തരം ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഇവിടെ ഈ മുതലക്കുളം മൈതാനി ഇപ്പോൾ കുറെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സമ്മേളനം നടന്നിട്ടുണ്ട്. ഈ സമ്മേളനങ്ങളെല്ലാം ഇസ്ലാമിന്റെ പേരിലാണ് പലരും സംഘടിപ്പിച്ചത്. പക്ഷെ ഞാൻ ആമുഖമായി പറയുന്നു, ഇസ്ലാമും ആ സമ്മേളനവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ആമുഖമായി പറയും. ഞാൻ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം തെളിവ് പറയും. തെളിവില്ലാതെ ഒരു വിഷയവും പറയില്ല. പറഞ്ഞത് തെളിവാണോ എന്ന്
ശ്രോതാക്കളായ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം എന്ന് മാത്രം ഈ സമയത്തുണർത്തുന്നു. നോക്കുക, ഈ കാണുന്നത് ചാന്ദ്രിക പത്രമാണ്. 1996 ഡിസംബർ 29 ഞായർ. ഇതിന്റെ മേൽഭാഗത്ത് കാണുന്നത് കുറെ സ്ത്രീകളെയാണ്. ഈ സ്ത്രീകൾ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? തൃശൂരിൽ MSM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മുസ്ലിം കോൺഫറൻസ് ഡോക്ടർ ഫുലാനത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. ഫുലാനത്ത് വെച്ചാൽ ഇന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. പെണ്ണുങ്ങൾ ഏതായിരുന്നാലും അവരുടെ പേര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിയാണല്ലോ ആ പരിപാടി നടത്തുന്നത്. അങ്ങനെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് പേര് വായിക്കാത്തത്. ബദരീങ്ങളുടെ പേരൊന്നും അല്ലല്ലോ. പിന്നെ അതിന്റെ ശേഷം കുറെ ആളുകളുടെ പേര്, സ്ത്രീകളുടെ പേരുകൾ ഉണ്ട്. ചന്ദ്രികയുടെ ഒരു ഭാഗത്ത് MSM സമ്മേളനം ഇന്ന് സമാപിക്കും എന്ന് കാണാം. ഇതിന്റെ മറുവശത്തിൽ ആ സമ്മേളനത്തിൽ സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ട് നടന്ന ആധികാരികമായ ഒരു പ്രസംഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം. ഡോക്ടർ സാക്കിർ. ഞാൻ വായിച്ച് കേൾപ്പിക്കും. തൃശൂർ. ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശം പുരുഷന് തുല്യം തന്നെയാണെന്ന് മുംബൈ ആസ്ഥാനമായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ പ്രസിഡന്റും പ്രശസ്ത പണ്ഡിതനുമായ ഡോക്ടർ സാക്കിർ നായിക്ക് പ്രസ്താവിച്ചു. MSM സംസ്ഥാന സമ്മേളന ഭാഗമായി ശക്തൻ തമ്പുരാൻ നഗരിൽ മുസ്ലിം വനിതാവകാശം ആധുനികമോ പഴഞ്ചനോ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ഡോക്ടർ സാക്കിർ. ആത്മീയ, സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, നിയമ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പുരുഷന് തുല്യമായ സ്ഥാനമാണ് സ്ത്രീക്കുള്ളത്. നിങ്ങൾ ചിന്തിക്കുക. മുജാഹിദിന്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ പ്രശസ്ത പണ്ഡിതനായി ബോംബെയിൽ നിന്നും കൊണ്ടുവന്ന ആളും അദ്ദേഹം ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ പ്രസിഡന്റും പ്രശസ്ത പണ്ഡിതനും എന്നാണ് അദ്ദേഹത്തെ ചന്ദ്രിക പരിചയപ്പെടുത്തി. അദ്ദേഹമാണ് ഇസ്ലാമിലെ സ്ത്രീക്കും പുരുഷനും തുല്യാവകാശമാണ് എന്ന് സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിച്ച് സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത്. ഞാൻ ആമുഖമായി പറയുന്നു, ഈ വാദം പരിശുദ്ധ ഖുർആനിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനും ഇജ്മാഇനും ലോകത്തുള്ള ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് മുഴുവനും കടകവിരുദ്ധമാണ്. ഈ ആശയം വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് മുസ്ലിം ആവുക എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് എന്ന് ആമുഖമായി പറഞ്ഞു ഞാൻ പരിശുദ്ധ ഖുർആനിലേക്ക് കടക്കും. മുസ്ലിം സമുദായം നന്നായി ചിന്തിക്കണം, മനസ്സിലാക്കണം. ഏതോ ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുമ്പോൾ ആരോടോ ഉള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതോ പണ്ഡിതന്മാരോടുള്ള അസൂയയുടെ പേരിലോ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് നിങ്ങളുടെ പാരത്രിക ലോകത്തെ കാര്യമായി ബാധിക്കുമെന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ഗ്രഹിച്ചിരിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം നമ്മെ ഉണർത്തുന്നു. എന്താണത്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. രണ്ട് വിഭാഗമാണ് ലോകത്തുള്ളത്. ഒന്ന് വിജയിക്കുന്നവരും ഒന്ന് പരാജയപ്പെടുന്നവരുമാണ്. വിജയിക്കുന്നവരാരാ? സത്യവിശ്വാസികളാണ്. ഈ സത്യവിശ്വാസികളുടെ സ്വഭാവം എന്താണ്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവരെ ക്ഷണിക്കപ്പെട്ടാൽ, പരിശുദ്ധ ഖുർആനിലേക്കും നബിയുടെ തിരുസുന്നത്തിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള വിധി തീരുമാനം പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ, അയ്യഖൂലു സമിഅനാ വഅതഅനാ, അവർ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ അനുസരിക്കാൻ റെഡിയാണ്, ഞങ്ങൾ ഒരിക്കലും ഖുർആനും സുന്നത്തും വിട്ടുകൊണ്ടുള്ള
ഒരു ജീവിതശൈലി ഞങ്ങൾക്കില്ല എന്നാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ, അവരാണ് സത്യവിശ്വാസികൾ. നീ വേറൊരായത്തിൽ അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക. ഞാനിത് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഘടകവിരുദ്ധമാണ്. മുജാഹിദിന്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ത്രീകളും അതുപോലെ മുജാഹിദിന്റെ സ്ത്രീകളുമൊക്കെ ഈ മുതലക്കള മൈതാനിയിൽ വെച്ച് പ്രസംഗിച്ചതും പരിശുദ്ധ ഖുർആനിന്റെ ഘടകവിരുദ്ധമായ ആശയമാണ്. ഞാൻ ഖുർആനിലെ ആയത്തുകൾ അടിക്കടി ഓതിക്കേൽപ്പിച്ച് ആ ആയത്തിന് എന്റെ വകയിൽ അർത്ഥം പറയാതെ മുജാഹിദുകളുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും ഖുർആൻ പരിഭാഷകൾ നോക്കി അവര് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച് അവർ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും എന്ന് ഈ സമയത്ത് ഞാൻ ആദ്യമായി വാഗ്ദത്തം ചെയ്യുകയാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഖുർആനിൽ നിന്ന് ജനങ്ങളെ മതവിരോധത്തിലേക്കും ഖുർആൻ വിരോധത്തിലേക്കും വലിച്ചു കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മൗലവിമാര് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നാം മറന്നുപോകാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, എന്താണ് സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന വാദം. അത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഒരു കാലത്തും പറയാൻ കഴിയാത്തൊരു വാദമാണ്. ഇപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നത് സ്ത്രീക്ക് പള്ളിയിൽ സ്വാതന്ത്ര്യം നൽകണം എന്നാ. ഞാൻ പറയട്ടെ, സുന്നികളായ ഞങ്ങളോട് സ്ത്രീകൾ പുരോഹിതന്മാർ മാപ്പ് പറയണം. ഇവിടെ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഹെഡിങ്ങാണ്, സ്ത്രീകൾ പ്രസംഗിച്ച പ്രസംഗം, പുരോഹിതന്മാർ മാപ്പ് പറയണം. മറ്റൊന്ന്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരായ നിലപാട് മാറ്റേണ്ടി വരും. വേറൊരു സ്ത്രീ ബുദ്ധിജീവി കൂട്ടായ്മ വേണം. ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് മൗലവിമാരുടെ നിർദ്ദേശപ്രകാരം ഉയർന്നു വന്നിട്ടുള്ള വാദങ്ങൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ സുന്നിപ്പള്ളികളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ നിർദ്ദേശം ഞാൻ പറയുന്നു. മുജാഹിദ് പള്ളികളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകണം, ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകണം. എന്താണ് മുസ്ലിയാരെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഒരൊറ്റ മുജാഹിദ് പള്ളിയിലും ഇന്നുവരെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. അതുപോലെ ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിലും ഇന്നുവരെ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. എന്താ കാരണം? നിങ്ങൾ നോക്കൂ, ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ കുറെ കൊല്ലങ്ങളായി വരുന്നു. ഞാൻ ഇന്ന് വരെ കോഴിക്കോട്ടുള്ള ഒരൊറ്റ മുജാഹിദ് പള്ളിയിൽ നിന്ന് ഒരു പെണ്ണ് ബാങ്ക് വിളിക്കുന്നതായി കേട്ടില്ല. എന്തുകൊണ്ട് അവർക്ക് ബാങ്ക് വിളിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല? മുജാഹിദുകളുടെ കൈവശത്തിൽ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തതാണെങ്കിലും കുറെ പള്ളികൾ കോഴിക്കോട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഒരൊറ്റ പള്ളിയിൽ വെച്ച് എനിക്ക് ആ മുതലക്കുളം മൈതാനിയിൽ പലരും കേട്ടതുപോലുള്ള ശബ്ദം, ബാങ്കിന്റെ ഇമ്പമാർന്ന ശബ്ദം കേൾക്കാൻ പലർക്കും ആശയുള്ളതായി അറിയാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മുജാഹിദ് പള്ളിയിൽ ബാങ്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല? എന്റെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പള്ളികൾ കുറെ കേരളത്തിലുണ്ടല്ലോ. ആ ഒരൊറ്റ പള്ളിയിലും എന്തുകൊണ്ടൊരു മുജാഹിദായ സ്ത്രീയെ ഒരു ദിവസമെങ്കിലും ഇമാമത്ത് നിർത്തുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ എന്തുകൊണ്ട് ജുമഅയുടെ ഖുത്ബയില്ലെങ്കിൽ മൈതാനിയിലെ പെരുന്നാൾ ഖുത്ബയെങ്കിലും സ്ത്രീകളെ കൊണ്ട് എന്തുകൊണ്ട് മുജാഹിദുകൾ ഇന്ന് വരെ നടത്തിച്ചില്ല? എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരെ നടത്തിച്ചില്ല? ഞാൻ ചോദിക്കുന്നു, സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം നൽകണം എന്നല്ലേ പറയുന്നത്? എങ്കിൽ മുജാഹിദുകളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പള്ളികളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ഇവിടെ ഇതര മതസ്ഥരായ ഹിന്ദുമത സുഹൃത്തുക്കളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ മതത്തിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുസ്ലിം സ്ത്രീകൾക്ക് സുന്നി പണ്ഡിതന്മാർ പള്ളിയിൽ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നു, മുജാഹിദ് പണ്ഡിതന്മാർ, ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ അവരുടെ പള്ളിയിലും സ്വാതന്ത്ര്യം നൽകുന്നില്ല. നിങ്ങൾ പള്ളിയെ സംബന്ധിച്ച് എന്റെ അന്യമതസ്ഥർ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് വരെ മുജാഹിദിന്റെ ഒരൊറ്റ പള്ളിയിലും ഒരു സ്ത്രീയെ കൊണ്ട് ഖുത്ബ, ജുമഅയുടെ അവരുടെ ഭാഷയിൽ പറഞ്ഞ ജുമഅ പ്രസംഗം ഇന്നുവരെ ഒരു പെണ്ണിനെ കൊണ്ട് നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിക്കുന്ന പെണ്ണിന് ഈ പട്ടാള പള്ളിയിൽ പ്രസംഗിച്ചുകൂടാ? എന്തുകൊണ്ട് മൊയ്തീൻ പള്ളിയിൽ പ്രസംഗിച്ചുകൂടാ? ജുമഅയുടെ പ്രസംഗം എന്തുകൊണ്ട് പള്ളിയിൽ നടത്തുന്നില്ല? സ്ത്രീക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നൽകുന്നില്ല? ഒരു ദിവസമെങ്കിലും നൽകേണ്ടതല്ലേ അവർ? അതുപോലെ ഇന്ന് വരെ ഒരു മുജാഹിദ് പള്ളിയിലും ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിലും ഒരു പെണ്ണിനെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ഒരൊറ്റ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും നിസ്കരിച്ചതായി ഒരു റിപ്പോർട്ട് കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച മുതൽ സ്വാതന്ത്ര്യം മുജാഹിദുകളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പള്ളികളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ഇനിയും പിഴക്കാതിരിക്കാനുള്ള ഭാഗ്യമെങ്കിലും അവർക്ക് കൊടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് ഇവിടെ പ്രശ്നം? അപ്പോൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാർ വേണമെങ്കിൽ പറയും, അതൊക്കെ മതപരമായ നിയമപ്രശ്നങ്ങളാണ്. മതപരമായ നിയമപ്രശ്നങ്ങൾ അനുസരിച്ച് മാത്രമേ സ്ത്രീകൾക്ക് ഓരോ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണോ നിങ്ങളുടെ വാദം? എന്നാൽ ഇനി മേലിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വാചകം പള്ളികളെ സംബന്ധിച്ച് ഉരിയാടി പോകരുത് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മതനിയമങ്ങളാണെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും വെച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണോ, പോകണ്ടേ, അവിടെ കയറാൻ പറ്റുമോ, പറ്റില്ലേ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ആ വിഷയത്തിലേക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും കടന്നു വരും. ഇനി വേറെയും ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് നീട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് സ്ത്രീകൾക്കൊരു വനിതാ വിഭാഗം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ചത്? സ്ത്രീകളും പുരുഷന്മാരും തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ കമ്മിറ്റിയിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും കൂട്ടി, പ്രസിഡന്റ് ഒരു പുരുഷൻ, ജനറൽ സെക്രട്ടറി ഒരു സ്ത്രീ, പിന്നെ വൈസ് പ്രസിഡന്റ് ഒരു ഹുൻസ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവരെയും കൂട്ടിക്കലർത്തി ഒരു സംഘടന ഉണ്ടായിക്കൂടെ? നിങ്ങൾ എന്തിനാണ് ഈ സംഘടനയിൽ സ്ത്രീകളെ വേറെ മാറ്റിവെച്ചത്? ഈ ചോദ്യത്തിനും മൗലവിമാർ മറുപടി പറയേണ്ടതാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇനി ഇവിടെ ധാരാളം വാദപ്രതിവാദങ്ങൾ കേരളത്തിൽ സ്ത്രീ രംഗപ്രവേശനത്തെ സംബന്ധിച്ചും സ്ത്രീയുടെ പള്ളിപ്രവേശനത്തെ സംബന്ധിച്ചും നടന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഈ കോഴിക്കോട് കുറ്റിച്ചിറയിൽ തന്നെ നീണ്ട വാദപ്രതിവാദങ്ങൾ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അന്ന് തന്നെ ഈ വാദം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണം എന്ന, പള്ളിയിൽ അന്യപുരുഷന്മാരോടുകൂടി ആരാധനകൾക്ക് സൗകര്യം ചെയ്യണമെന്ന വാദം ഇവിടെ കുഴിച്ചുമൂടിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖാദബർ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ അത് വളച്ചൊടിച്ച് കുഴിച്ചുമൂടപ്പെട്ട പെണ്ണുങ്ങൾ എന്ന് റിപ്പോർട്ട് കൊടുത്ത പത്രങ്ങൾ വരെ ഇവിടെയുണ്ട്. പക്ഷേ എല്ലാവരും ഓർമ്മിക്കണം, അധികകാലം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയില്ല. കുറെ കാലം ചില പത്രങ്ങൾക്കൊക്കെ പലതും എഴുതി ഇവിടെ പറ്റിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ കൂടുതൽ കാലം അത് കഴിയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ഖുർആനും ഹദീസും സ്വീകരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കുന്നു, വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടന്നു, ഖണ്ഡന പ്രസംഗങ്ങൾ ഒരുപാട് നടന്നു, അല്ലേ? മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സുഹൃത്തുക്കൾ പലപ്പോഴും ഗ്രന്ഥങ്ങൾ പലതും ഉദ്ധരിക്കാറുണ്ട്. ഇവിടെയും സ്ത്രീകളും ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത് മൗലവിമാര് പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും പാവം സ്ത്രീകളും ചിലതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, എന്തേ ആത്മീയ രംഗത്ത് സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് വാദിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ആത്മീയ രംഗത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരാരാണ്? അവർ ഈ ഭൂമി ലോകത്ത് വന്ന മുർസലുകൾ, അംബിയാ മുർസലുകൾ അല്ലയോ? ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, സഹോദരന്മാരെ, ഈ ഭൂമി ലോകത്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരല്ലയോ ഏറ്റവും വലിയ ആത്മീയ നേതാക്കൾ? ഞാൻ ചോദിക്കുന്നു, ആ ആത്മീയ നേതാക്കളിൽ ഒരൊറ്റ ഒരു സ്ത്രീയെങ്കിലും ഭൂമി ലോകത്ത് റസൂലായി വന്നതായി പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിയിക്കാൻ കഴിയുമോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി, പുരുഷന്മാരെ അല്ലാതെ വഹി അറിയിച്ചുകൊണ്ട് മുർസലീങ്ങളായി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരായി നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയും. ഞാൻ ഖുർആനാണ് ഓതിയത്. എനിക്കറിയാം, കോഴിക്കോട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ത്രീകളുണ്ട്, മുജാഹിദിന്റെ സ്ത്രീകളുണ്ട്. എനിക്കറിയാമെന്ന് പറഞ്ഞു ഞാൻ അവരെ നേരിൽ പരിചയപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് ഞാനൊരിക്കൽ മാധ്യമപത്രത്തിൽ വായിച്ചു. എന്താണ്? ബാംഗ്ലൂരിൽ സൗന്ദര്യ പ്രദർശന മത്സരം നടക്കുന്നു. അതിനെതിരെ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു പ്രകടനം നടക്കുന്നു. അതിലേറ്റവും കൂടുതലായി പങ്കെടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ത്രീകളാണ്, മുജാഹിദുകളുടെ സ്ത്രീകളാണ്. എന്താണ് സംഭവം? ബാംഗ്ലൂരിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അന്യ സ്ത്രീകൾ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നു. ആ ബാംഗ്ലൂരിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചിട്ട് സമ്മതം കിട്ടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി, കോഴിക്കോട്ടങ്ങാടിയിൽ ജമാഅത്ത് മുജാഹിദിന്റെ സ്ത്രീകൾ ഒരു ഉഗ്രൻ പ്രകടനം നടത്തി. എന്താണ് പ്രകടനം? ബാംഗ്ലൂരിൽ അന്യപുരുഷന്മാർക്ക് അന്യ സ്ത്രീകളെ കാണിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്, അവിടത്തേക്ക് ക്ഷണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെ കോഴിക്കോട്ടുള്ളവർ നോക്കേണ്ടതാണ് എന്ന നിലക്ക് ഒരു പ്രകടനം കോഴിക്കോട്ട് കാഴ്ചവെച്ചില്ലേ?
ഞാൻ ചോദിക്കുന്നു, ഏത് ഖുർആനിലാണ് ഇങ്ങനെ സ്ത്രീകൾ പ്രകടനം നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്ത്രീകൾ നാളെ ഒരു പക്ഷേ ഒരു പ്രകടനം നടത്തിയേക്കാം. എന്താണ് പ്രകടനം? ദൈവം നീതി പാലിക്കുക, ദൈവം നീതി പാലിക്കുക, പ്രവാചകന്മാരിൽ സ്ത്രീകൾക്കും സംവരണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞ് നാളെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ത്രീകൾ ഒരു പ്രകടനം നടത്തുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖുർആനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചത് ഒരൊറ്റ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കാൻ ഒരൊറ്റ മുർസലിനെയും ഒരൊറ്റ റസൂലിനെയും അള്ളാഹു പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടില്ല എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, എല്ലാ പ്രവാചകന്മാർക്കും പൂർത്തീകരണമുണ്ടായി. ശേഷം ഈ ഭൂമി ലോകത്ത് ആത്മീയ നേതൃത്വം കൊടുത്തത് 4 ഖുലഫാ റാഷിദുകളാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. ആ 4 മഹാന്മാർ പുരുഷന്മാരല്ലയോ? ഞാൻ ചോദിക്കുന്നു, ഒരൊറ്റ പെണ്ണ് ഖുലഫാ റാഷിദീങ്ങളിൽ ഉണ്ടായോ? നേതൃരംഗത്തുണ്ടായോ? ഇനിയും ഞാൻ പറയട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് ദിവസം പള്ളിയിൽ ഇമാമത്ത് നിന്നിട്ടുണ്ടല്ലോ. ഒരു ദിവസമെങ്കിലും നബിയുടെ ഭാര്യ ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ഖുലഫാഉ റാഷിദീങ്ങൾ പള്ളിയിൽ ഇമാമത്ത് നിന്നിട്ടുണ്ടല്ലോ. ഒരു ദിവസമെങ്കിലും ഖുലഫാഉ റാഷിദീങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും ഇമാമത്ത് നിന്നിട്ടുണ്ടോ? പള്ളിയിൽ പ്രവേശിച്ചോ ഇല്ലേ എന്നുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് വരുന്നു. ഇനിയും നിങ്ങൾ നോക്കൂ, ഇവിടെ ലോകം അംഗീകരിച്ച 4 മദ്ഹബുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരു സ്ത്രീ ഉണ്ടോ? ഇപ്പോൾ കാന്തപുരവും ആളുകളും സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അവരുടെ വയറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് സ്ത്രീകൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നു, കാന്തപുരം ജനിച്ചിട്ട് കൊല്ലം എത്രയായി? ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ രൂപീകരിച്ചിട്ട് കൊല്ലം എത്രയായി? അല്ലയോ സ്ത്രീകളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇവിടെ ബുഖാരി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മൗലവിമാർ ഉദ്ധരിച്ചല്ലോ. എന്തേ മുഹമ്മദ് നബിയുടെ കാലം മുതൽ ഈ കാലം അത്രയും ഉണ്ടായിട്ട് ഹദീസ് ക്രോഡീകരിച്ച് ലോകത്തിനെത്തിച്ചു കൊടുത്ത ഹദീസ് പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഒരു പെണ്ണായ ഒരു ഹദീസ് പണ്ഡിതയുടെ ഗ്രന്ഥം ഇന്ന് വരെ എന്തുകൊണ്ട് മൗലവിമാർ ഉദ്ധരിച്ചില്ല? ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി ഇങ്ങനെ തുടങ്ങി കുറെ ഹദീസ് പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ മൗലവിമാർ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, എന്തേ ഒരു മുഹദ്ദിസ്, ഒരു സ്ത്രീയായ ഒരു ഹദീസ് പണ്ഡിതയുടെ ഗ്രന്ഥം എന്തുകൊണ്ട് ഉദ്ധരിക്കുന്നില്ല? അത് കാന്തപുരം അവരെയൊക്കെ വീട്ടിന്റെ ഉള്ളിൽ അടക്കി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് അവർക്കൊന്നും ഹദീസ് ഗ്രന്ഥം എഴുതാൻ കഴിയാതെയായി പോയതാണോ? എന്തേ ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു പെണ്ണിന്റെ ഹദീസ് ഗ്രന്ഥം എന്തുകൊണ്ട് ഇന്ന് വരെ ഒരു മൗലവിമാരും ഉദ്ധരിച്ചില്ല? ഞാൻ പറയും, നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ബുഖാരിയും മുസ്ലിമും എടുത്ത് ഞങ്ങളെ മുമ്പിൽ വരാൻ ലോകത്തൊരു മൗലവിക്കും ധാർമ്മികമായി അവകാശമില്ല. കാരണം അതൊക്കെ ആണുങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. പെണ്ണുങ്ങൾ എഴുതിയതുണ്ടെങ്കിൽ കൊണ്ടുവാ. കാരണം സ്ത്രീകളാണല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പുരുഷന്മാരെ പോലെ തുല്യമായി രംഗത്ത് പണ്ടേ ഉണ്ടെന്ന് വാദിക്കുന്നത്. എങ്കിൽ കൊണ്ടുവരൂ ബുഖാരി, മുസ്ലിം പോലുള്ള ഒരു ഹദീസ് ഗ്രന്ഥം. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ബാക്കി കാര്യങ്ങളിൽ കടക്കുന്നില്ല. നഹ്വ്, സർഫ്, മന്തിഖ്, മആനി, ബദീഹ് തുടങ്ങിയ നിരവധി വിജ്ഞാന ശാഖകൾ ഉണ്ട്. അതിലൊക്കെ സ്ത്രീകളുടെ ഗ്രന്ഥങ്ങൾ ഏത് കോളേജിൽ ആരാണ് ദർസ് ഉയർത്താറുള്ളത്? സഹോദരന്മാരെ, എന്ത് പറ്റിപ്പോയി? ഇതിനൊക്കെ ഉത്തരവാദി ഞങ്ങളാണോ? സുന്നി യുനസുഖമാണോ? SSF ആണോ? ഞാൻ വിശദമായി ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, തെളിവുകളിലേക്ക് പോകട്ടെ. ഞാനിത് ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി മാത്രം ഒന്ന് സൂചിപ്പിച്ചതാ. സ്ത്രീ പുരുഷ സമത്വവാദം പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തിയുക്തം എതിർത്ത ഒരു വാദമാണ്. സ്ത്രീയും പുരുഷനും സമമാണെന്ന വാദം ബുദ്ധിക്ക് യോജിക്കാത്തതാണ്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് യുക്തിവാദികൾക്കെതിരെയല്ല, ഞാൻ നിരീശ്വരവാദികൾക്കെതിരെയല്ല. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികൾക്കെതിരെയാ. അതുകൊണ്ട് യുക്തി കൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ തുനിയുന്നില്ല. യുക്തിവാദികൾ യുക്തിയോടുകൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഖുർആനും ഹദീസും ഒക്കെ അവിടെ മാറ്റിവെച്ച് യുക്തി കൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് ബുദ്ധിപൂർവകമാണ് എന്ന്
മുസ്ലിം പണ്ഡിതന്മാർക്ക് സമർത്ഥിക്കാൻ കഴിയും. അത് ഞങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ ശരീഅത്ത് വിവാദ കാലത്ത് ഞങ്ങളത് വളരെ വ്യക്തമായി സമർത്ഥിച്ചിട്ടുണ്ട്. സമർത്ഥിച്ചപ്പോൾ ശരീഅത്ത് എനിക്ക് പിടിയില്ല എന്ന് പറയുകയാണ് വിമർശിച്ചവർ ചെയ്തത് എന്നത് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയില്ലെങ്കിൽ അന്നത്തെ മാതൃഭൂമി മനോരമയൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഖുർആനും ഹദീസും സ്വീകരിക്കണം എന്ന് പറയുന്നവരുമായിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന്, ബുദ്ധിപരമായ സമർത്ഥനത്തിലേക്ക് കടക്കുന്നതിന് പകരം ഞാൻ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഇത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോകാൻ തീരുമാനിച്ച വല്ലവരും ഉണ്ടെങ്കിൽ ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, ഇവിടെ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല, നിർബന്ധിക്കേണ്ട ആവശ്യവും ഇല്ല. കാര്യം പറയേണ്ട ആവശ്യം മാത്രമേ ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രമേ ഈ സമയത്തുണ്ടെത്തു. നോക്കൂ, സ്ത്രീയും പുരുഷനും തുല്യമാണോ? മുജാഹിദ് സമ്മേളനത്തിൽ ഡോക്ടർ സാക്കിർ നായിക്ക് പ്രസ്താവിച്ചത് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നാണല്ലോ. ഖുർആൻ നോക്കുക നിങ്ങൾ. വലിർരിജാലി അലൈഹിന്ന ദറജ വല്ലാഹു അസീസുൻ ഹകീം വൽമുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂഇൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല തുടങ്ങുന്നു. വിവാഹമോചിതയായ സ്ത്രീകൾ, അവർ 3 ശുദ്ധികൾ, അവർ കാത്തിരിക്കണം മറ്റൊരു വിവാഹം തേടണമെങ്കിൽ. എന്നാൽ വിവാഹമോചനം നടത്തിയ പുരുഷനോ 1 സെക്കൻഡും കാത്തിരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, അവൾ ഉള്ളപ്പോൾ തന്നെയും നീതി പുലർത്താൻ കഴിയുമെങ്കിൽ അവന് വേറെ വിവാഹം കഴിക്കാം. വ്യത്യാസം 1. ഖുർആനാണ് പറയുന്നത്. വലാ യഹല്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന, സ്ത്രീകളുടെ വയറുകളിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ച കുട്ടികളെ സംബന്ധിച്ച് വിവരം പറയാതെ, ഗർഭിണിയായ വിവരം പറയാതെ അവർക്ക് മൂടിവെക്കൽ പാടുള്ളതല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ഭയപ്പെടേണ്ടത് തന്നെയില്ല. മൂടിവെക്കൽ പിന്നല്ലേ. വ്യത്യാസം 2. ഇനിയും നോക്കൂ നിങ്ങൾ. അല്ലാഹു തആല പിന്നെയും പറഞ്ഞു, ഇൻ കുന്ന യുമിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിൻ. ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തിയാൽ ആ വിവാഹമോചനം നടത്തപ്പെട്ട സ്ത്രീയെ തിരിച്ചെടുക്കാൻ അവകാശമുള്ളവരാണ് ഭർത്താക്കന്മാർ. വിവാഹമോചനം നടത്തിയ ഭർത്താവിനെ തിരിച്ചെടുക്കാനുള്ള അധികാരം സ്ത്രീക്ക് ഇല്ല. വ്യത്യാസം 4. ഇനിയും നോക്കൂ, അല്ലാഹു പിന്നെയും പറയുന്നു, ഇൻ അറാദു ഇസ്ലാഹ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അതിനുശേഷം അല്ലാഹു വ്യക്തമായി ഒരൊറ്റ പ്രഖ്യാപനമാണ്, വലിർരിജാലി അലൈഹിന്ന ദറജ, വലിർരിജാലി അലൈഹിന്ന ദറജ. പുരുഷന്മാർക്ക് സ്ത്രീയേക്കാൾ പദവിയുണ്ട്, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പദവിയുണ്ട്. ഓ GIO പ്രവർത്തകകളെ, ഓ മുജാഹിദിന്റെ വനിതാ വിങ്ങിന്റെ കൂട്ടായ്മ വേണം എന്ന് പറയുന്ന പ്രവർത്തകകളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആർക്കെതിരെയാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്? നിങ്ങൾക്കാർക്കെതിരെയാണ് നിങ്ങൾ ഇവിടെ മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിക്കുന്നത്? പടച്ചവനെതിരെയാണോ? അല്ലാഹു പറയുന്നു, വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പദവിയുണ്ട്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു ഉന്നതനാണ്. അവന്റെ സൃഷ്ടികളെ എങ്ങനെ ക്രമീകരിക്കണം, ആർക്ക് പദവി കൊടുക്കണം, ആരെ മേലെയാക്കണം, ആരെ ചുവടയാക്കണം എന്നൊക്കെ അല്ലാഹുവിനറിയാം. അതിന് ഈ ബുദ്ധിയില്ലാത്ത ഈ പെൺകുട്ടികളുടെ സീറ്റ് അല്ലാഹുവിന് വേണ്ട. ഹകീമുൻ, അല്ലാഹു ഏറ്റവും അറിവുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. അല്ലാഹുവിന്റെ അറിവ് ആർക്കും ഇല്ല. അതിലിടക്ക് നമ്മളെ പരിപാടി സംഘടിപ്പ പരിശുദ്ധ ഖുർആൻ സ്ത്രീയും പുരുഷനും തുല്യമല്ലെന്ന് നിരവധി വിഷയങ്ങൾ എടുത്തു ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലിർരിജാലി അലൈഹിന്ന ദറജ അല്ലാഹു പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണോ? ഞാൻ ഈ പറഞ്ഞ ആയത്തിന് മുജാഹിദിന്റെ അമാനി മൗലവി, ഉമർ മൗലവി, അബ്ദുൽ ഹമീദ് മദിനി,
അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി തുടങ്ങിയവർ ഖുർആൻ പരിഭാഷയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പദവിയുണ്ട് എന്ന് എഴുതി വെച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ ഖുർആൻ പരിഭാഷകൾ നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി പരിശോധിക്കാനുണ്ടോ? ഞങ്ങൾ ഖുർആനിന് അർത്ഥം മാറ്റി പറയുകയാണോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിന്റെ 6-ാം വാല്യം 82-ാമത്തെ പേജിൽ അതാ യഅലം അന്ന ഫളൽ റജുലി അലൽ മർഅതി അംറുൻ മഅലൂമുൻ, പുരുഷന്മാരും സ്ത്രീകളും തുല്യമല്ല, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പല വിഷയത്തിലും പദവിയുണ്ട് എന്നതിൽ ലോകത്ത് അറിയപ്പെട്ട വിഷയമാണ്. അതറിയാത്തവരുണ്ടെങ്കിൽ അവരെ പോലെ വിഡ്ഢികൾ ലോകത്താരുമില്ല എന്ന നിലയ്ക്ക് ഇമാം റാസി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഒരു കാര്യം എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം? അഹദുഹാ അൽ അഖലു, ഒന്നാമത്തത് ബുദ്ധിപരമായ വ്യത്യാസമാണ്. സ്ത്രീയേക്കാൾ പുരുഷന് പൊതുവിൽ ബുദ്ധി കൂടുതലാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ പേരോടത്ര ഇമാം മുസ്ലിയാർ സ്ത്രീകൾക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞു എന്ന് നാളെ ബുദ്ധിയില്ലാത്തവർ പറയണ്ട. ബുദ്ധിയുള്ളവരോട് ഞാൻ പറയുന്നു, ഞാൻ അല്ല, ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞു അഹദുഹൽ അഖലു, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒന്ന് ബുദ്ധിപരമായ വ്യത്യാസമാണ്. എന്നാൽ ഇമാം റാസി അത് വെറുതുണ്ട്. ഇമാം റാസി നിങ്ങളെ പോലത്തെ ഒരു സുന്നി മുസ്ലിയാരല്ലേ എന്നാണ് വാദമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. ഞങ്ങൾക്ക് എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളോടും പറയാനുണ്ട്, എല്ലാ ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടുപോയ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. നിങ്ങൾ പുരോഹിതന്മാരായ മൗലവിമാരുടെ ഈ നുണപ്രചരണങ്ങളും ചപ്പടാച്ചികളും വലിച്ചെറിയുക. നിങ്ങൾക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് സ്വീകരിക്കാനാണ്, മുഹമ്മദ് നബിയുടെ സുന്നത്ത് സ്വീകരിക്കാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രസംഗത്തിൽ വരെ തറക്തു ഫീകും അംറൈനി ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി, നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ പിഴച്ചു പോവുകയില്ല എന്നാണ് പഠിപ്പിച്ചത്. നേരെ മറിച്ച് മൗലവിമാരുടെ ഖൗലുകൾ, മൗലവിമാരുടെ വാക്കുകൾ സ്വീകരിക്കണമെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, ഇമാം റാസി അല്ല, റസൂലുള്ളാഹി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി പറയും, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ അഹബ്ബ ലിർറജുലിൽ ഹാസിമി മിൻ ഇഹ്ദാകുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പറഞ്ഞതില്ലിത്. മറിച്ച് സഹാബിയത്തായ വനിതകൾക്ക് അല്ലാഹുവിന്റെ റസൂല് വഅദ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഉപദേശം നൽകുമ്പോൾ പറഞ്ഞ വാചകമാണ്, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീനിൻ. ഓ സ്ത്രീ സമൂഹമേ, നിങ്ങളെപ്പോലെ ബുദ്ധി കുറഞ്ഞ, നിങ്ങളെപ്പോലെ മതപരമായ രംഗത്ത് പിന്നിലുള്ള ഒരു വിഭാഗത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സ്ത്രീകൾ മതരംഗത്തും പിന്നിലാണ്, ബുദ്ധിപരമായും പിന്നിലാണ് എന്ന് പറഞ്ഞത് ഇമാം റാസി മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ഈ സഹാബിയത്തായ വനിതകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംശയം ചോദിക്കുന്നു. അങ്ങോട്ട് എന്താണ് സംശയം? ഖുൽന വമാ നുഖ്സാനു ദീനിനാ വഅഖലിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ദീനിനും അഖലിനുമുള്ള ദൗർബല്യം എന്താണ് നബിയേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് തെളിവുദ്ധരിച്ചു കൊടുക്കുന്നത് ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഖാല അലൈസ ഷഹാദത്തുൽ മർഅതി മിസ്ല നിസ്ഫി ഷഹാദത്തിർ റജുലി, പുരുഷൻ സാക്ഷി പറയുന്നത് എന്റെ നേര് പകുതിയല്ലയോ സ്ത്രീയുടെ സാക്ഷിത്വം സ്വീകരിക്കുന്നത്? സ്ത്രീകൾ പറയുന്നു, അതെ. ഖുൽന ബലാ ഖാല ഫദാക മിൻ നുഖ്സാനി അഖ്ലിഹാ, അതെ. അല്ലാഹു അങ്ങനെ തീരുമാനം പറയാൻ കാരണം എന്താണ്? അല്ലാഹു തീരുമാനം പറഞ്ഞത് ഖുർആൻ നോക്കിക്കോളൂ. വസ്തശ്ഹിദൂ ശഹീദൈനി മിൻ റിജാലികും ഫഇൻ ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർളൗന മിനശ് ശുഹദാഇ അൻ തളില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖ്റാ. ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് സ്ത്രീകൾ വേണം. കാരണം ഒരു സ്ത്രീ മറന്നുപോയാൽ മറ്റേ സ്ത്രീക്ക് അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാമല്ലോ. ഇപ്പൊ പുരുഷൻ അങ്ങനെ മറക്കൂല, കുറച്ച് കൂടുതൽ അക്കലുള്ള ജാതിയാണ്. പുരുഷൻ അങ്ങനെ മറക്കൂല എന്നാ ഖുർആൻ പറയുന്നു. ഇനി കേട്ടോളൂ, ഉറപ്പല്ലേ സ്ത്രീക്ക് മറതിയുണ്ടെന്ന്? അല്ലെങ്കിൽ സുഹൃത്തെ, ഒരിക്കൽ പ്രസവിച്ച പെണ്ണ് പിന്നെയും അതിനൊരുങ്ങുന്നതിന്റെ കാരണം എന്താണെന്ന്
ഇന്ന് വരെ ഈ മൗലവിമാർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലേ? ആ ഭാഗം ഇരിക്കട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അല്ലാഹു വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഫൈലം യകൂനാ റജുലൈനി ഫറജുലും വംറഅതാനി. ഒരു പുരുഷന് 2 സ്ത്രീ സാക്ഷിക്ക് വേണം, ഒരു പുരുഷന് പകരം 2 സ്ത്രീ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു? അത് ഫദാക മിൻ നുഖ്സാനി അഖലിഹാ, പെണ്ണിന്റെ ബുദ്ധിക്ക് വൈകല്യമുള്ളത് കൊണ്ടാണ്. ഇത് പേരോട് പറഞ്ഞതല്ല, കാന്തപുരം പറഞ്ഞതല്ല, ഇമാം റാസി പറഞ്ഞതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാ. എന്റെ പ്രിയപ്പെട്ട വനിതാ വിങ്ങിൽ പ്രവർത്തിക്കുന്ന വനിതകളെ, നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണ്, ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ്. മൗലവിമാര് ക്ലാസ് എടുക്കുമ്പോൾ അര ക്ലാസ് എടുത്തിട്ട് നിങ്ങളോട് പകുതി പറഞ്ഞു തരാതിരുന്നതാണ്. ഇനി കേട്ടോളൂ, എന്താണ് അവരുടെ ദീനിന് വൈകല്യമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞത്? അവിടെ നിന്ന് ചോദിക്കുന്നു, അലൈസ ഇദാ ഹാലതിലം തുസല്ലി വലം തസും ഖുൽന ബലാ. അല്ലയോ സ്ത്രീകളെ, നിങ്ങൾക്ക് ഹൈദ് രക്തമുണ്ടാകുമ്പോൾ, മെൻസസ് ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ഋതുമതികളാകുമ്പോൾ നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ? ഇല്ല. നോമ്പെടുക്കാറുണ്ടോ? ഇല്ല. വദാലിക മിൻ നുഖ്സാനി ദീനിഹാ. അപ്പൊ നിങ്ങളുടെ ദീനിനും വൈകല്യമുണ്ട് അല്ലേ? പുരുഷന്മാരെ പോലെയല്ല നിങ്ങൾക്ക് മതരംഗത്തുള്ള നിയമം അല്ലേ? മതരംഗത്ത് നിങ്ങൾ വളരെ പിന്നിലാണ്, പുരുഷന്മാരെ പോലെ മുന്നിലല്ല. പുരുഷന്മാർ റമദാനിൽ 30 ദിവസവും നോമ്പെടുത്തോളണം അല്ലേ? 30 ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പാടില്ല, ഇല്ലെങ്കിൽ ഉള്ളത് നോമ്പെടുത്തോളണം. അതേ സമയത്ത് സ്ത്രീകൾ അതിനിടയിൽ കുറെ ദിവസം പല സ്ത്രീകൾക്കും നോമ്പെടുക്കാതെ ഉണ്ടാകും. നിസ്കാരം എല്ലാ ദിവസവും നടത്തിക്കൊള്ളണം പുരുഷന്മാർ. സ്ത്രീകൾക്ക് ചിലപ്പോൾ നിസ്കാരം പാടില്ലാത്ത സമയമുണ്ടാകും. അപ്പൊ മതപരമായും സ്ത്രീകളും പുരുഷന്മാരും തുല്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. ഇത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കണം. ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദുകളുടെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. സഹോദരന്മാര്, മുസ്ലിമീങ്ങൾ ഖുർആനും ഹദീസും സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി കേട്ടോളൂ, സാമ്പത്തിക രംഗത്ത് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നാണ് ഡോക്ടർ സാക്കിർ നായിക്ക് പ്രസ്താവിച്ചത്. എന്നാൽ നമുക്ക് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കാം. മുജാഹിദിന്റെ സമ്മേളനത്തിൽ കാര്യമായി പറഞ്ഞ കാര്യം സാമ്പത്തിക രംഗത്ത് സ്ത്രീ പുരുഷ സമത്വമുണ്ടെന്നാണ്. ഖുർആൻ എന്ത് പറയുന്നു കേട്ടോളൂ. വലക്കും നിസ്മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ് ഫഇൻ കാന ലഹുന്ന വലദുൻ ഫലക്കും റുബഉ മിമ്മാ തറകന മിൻ ബഅദി വസിയത്തിൻ യൂസീന ബിഹാ ഔ ദൈൻ വലഹുന്ന റുബഉ മിമ്മാ തറകതും ഇല്ലം യകുൻ ലക്കും വലദ് ഫഇൻ കാന ലക്കും വലദുൻ ഫലഹുന്ന സുമുനു മിമ്മാ തറകതും മിൻ ബഅദി വസിയത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ. ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിന് മക്കളില്ലെങ്കിൽ ഭാര്യക്ക് 4/1 അവകാശമാണ്. എന്നാൽ ഭാര്യ മരിക്കുമ്പോൾ മക്കളില്ലെങ്കിൽ ഭർത്താവിന് നേർ പകുതി അവകാശമാണ്. മക്കളുണ്ടെങ്കിലോ ഭർത്താവിന് ഭാര്യയുടെ ഓഹരിയിൽ 4/1 അവകാശമാണ്. ഭാര്യക്ക് ഭർത്താവിന്റെ ഓഹരിയിൽ 8/1 അവകാശമാണ്. ഇവിടെ പുരുഷന് ഇരട്ടിയാണ്, സ്ത്രീക്ക് പകുതിയാണ്. സൂറത്തുൻ നിസാഇന്റെ 12-ാമത്തെ ആയത്തില് അല്ലാഹു വ്യക്തമായി പറയും. ഇനിയും കേട്ടോളൂ, സാമ്പത്തിക രംഗത്ത് തുല്യമാണോ സ്ത്രീയും പുരുഷനും? യുസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക സനതൈൻ ഫലഹുന്ന സുലുസാ മാ തറക് വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ്. കേട്ടോളൂ, സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിലും ഒരു ബാപ്പയ്ക്ക് ഒരു സ്ത്രീയും പുരുഷനുമായ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ പുരുഷന് ഇരട്ടിയും സ്ത്രീക്ക് പകുതിയുമാണ്. ഖുർആനാണ് പറയുന്നത്. ഇനി കേട്ടോളൂ, അപ്പൊ സാമ്പത്തിക രംഗത്തും തുല്യമല്ല. അതിനൊക്കെ വേറെ കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യുക്തിവാദികൾക്കെതിരെയുള്ള പ്രസംഗമല്ല. സ്ത്രീകൾക്ക് യാതൊരു ബാധ്യതകളും ഖുർആൻ വെച്ചിട്ടില്ല. മുഴുവൻ ചെലവും വഹിക്കാൻ ഏൽപ്പിച്ചത് പുരുഷനെയാണ്. ചെലവ് വഹിക്കാൻ ഇല്ലാത്തവന് സമ്പത്ത് കൊടുക്കുന്നത് ബൂർഷ്വാസികളെ ഉണ്ടാക്കലാണല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സമ്പത്ത് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ചെലവിന്റെ പ്രശ്നം ഇല്ല. പുരുഷനാണ് ചെലവുകളുള്ളത്. മക്കളെ ചെലവും അതുപോലെ തന്നെ ഭാര്യയുടെ ചെലവും ഒക്കെ കൊടുക്കേണ്ടത് പുരുഷനാണ്. സമ്പത്തും കൂടുതൽ കൊടുക്കേണ്ടതിനുള്ള തീരുമാനം നീതിയും ന്യായവുമാണ്. ആ ഭാഗം ഇരിക്കട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണോ? ഖുർആൻ പറയുന്നു, ഫൈൻ ഖിഫ്തും വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ
ഫങ്കിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നീതി പുലർത്താൻ കഴിയുമെങ്കിൽ 4 വരെ കല്യാണം കഴിക്കാം. ചെറുവാടിയിൽ വെച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി പറഞ്ഞ പോലെ 4 കെട്ടൽ നിർബന്ധമല്ല. അത് അബദ്ധമാണ്. 4 കെട്ടൽ നിർബന്ധം ഇല്ല. മറിച്ച് 4 വരെ ആകാം, ആവശ്യമാണെങ്കിൽ ആകാം. മെഡിക്കൽ കോളേജിലുണ്ട് ചുമരിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ ഇവിടെ തുപ്പൽ നിർബന്ധമാണ് എന്നല്ല. തുപ്പേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മറ്റെവിടെയും തുപ്പാതെ ഇവിടെ തുപ്പുക എന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ എഴുതി വെച്ച സ്ഥലത്ത് എന്നുമല്ല. ചുമരിന്റെ മേലെ ആരും തുപ്പിയേക്കരുത്. മറിച്ച് അതിന്റെ ചുവടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ എന്നാ അതൊക്കെ സാഹചര്യത്തിൽ നിഗ്രഹിക്കേണ്ടതാ. ആ ഭാഗം ഇരിക്കട്ടെ. സാഹചര്യത്തിൽ നിഗ്രഹിക്കാത്തത് കൊണ്ടാണ് അസ്മാ റളിയല്ലാഹു അൻഹ പള്ളിയിൽ വെച്ച് സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിച്ചു എന്ന് സാധാരണ മുജാഹിദുകൾ പറയാറുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്കലാനി പോലുള്ളവർ പറഞ്ഞു പള്ളിയോട് തൊട്ടുള്ള വീട്ടിൽ വെച്ചാണ് നിസ്കരിച്ചത്. അത് ഞാനീ പറഞ്ഞതുപോലെ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞപ്പോൾ ചുമരിന്റെ മേലെ തന്നെയാണ് തുപ്പേണ്ടത് എന്ന് ഗ്രഹിച്ചതുപോലെ മൗലവിമാർ ഹദീസ് ഗ്രഹിച്ചത് കൊണ്ടാണ് ആ അബദ്ധം പറ്റിപ്പോയത് എന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം. സ്ത്രീകൾ 4 വരെ കല്യാണം ഒരു പുരുഷന് കഴിക്കാം. അതേസമയത്ത് സ്ത്രീക്ക് 4 ഭർത്താവിനെ എടുക്കാമോ? പറ്റില്ല. ആർക്കാണതറിയാത്തത്? ഒരു പുരുഷന് 4 ഭർത്താക്കന്മാരുണ്ടായി, 4 ഭാര്യമാരുണ്ടായി. ഒരു പുരുഷൻ 4 ഭാര്യമാരും പ്രസവിച്ചാൽ 4 ഭാര്യയുടെ മക്കൾക്കും ബാപ്പയുണ്ട്. നേരെ തിരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീക്ക് 4 ഭർത്താക്കന്മാരുണ്ടായി. എന്നിട്ട് സ്ത്രീ പ്രസവിച്ചാൽ ഈ കുട്ടിയുടെ ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ അയാളാണെന്ന് തോന്നുന്നു, ഇയാളാണെന്നും തോന്നുന്നു, മറ്റേയാളാണെന്ന് തോന്നുന്നു, ഇയാളാണെന്ന് തോന്നുന്നു അവരോട് അറിയാം. അപ്പോൾ അതൊരിക്കലും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ സ്ത്രീകൾക്ക് കൊടുത്ത, പുരുഷന്മാർക്ക് കൊടുത്ത അവകാശം സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ സ്ത്രീകളുടെ പ്രകൃതി അനുയോജ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു മുജാഹിദുകളുടെ ആശയം ഖുർആനിനെതിരാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഖുർആൻ വീണ്ടും പറയുന്നു അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ എവിടെ പോകുമ്പോഴും പുരുഷന്മാരോട് ചോദിച്ചോളണം എന്ന് ഇസ്ലാമിൽ നിയമം ഉണ്ടായത്. ചോദിച്ചാൽ സമ്മതം കൊടുക്കണോ വേണ്ടേ? കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒന്നും കൊടുക്കരുത് എന്ന നിയമവും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നിയന്ത്രണാധികാരം പുരുഷന്മാർക്കുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടു പോകുമെന്ന പേടിയൊന്നും മുസ്ലിങ്ങളല്ലാത്തവർക്ക് വേണ്ട. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കയറിയ കാർ നിയന്ത്രിക്കാനുള്ള അധികാരം എന്റെ ഡ്രൈവർക്കാണ്. അതിനർത്ഥം ഞാൻ അടിച്ചമർത്തപ്പെട്ടു പോകുന്നു എന്നല്ല. അവന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നതിന് ട്രാഫിക് നിയമം ഉണ്ട്. അതുപോലെ പുരുഷന്മാരെങ്ങനെയാണ് സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടത് എന്നതിന് ഖുർആനിൽ നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങൾ ഇവിടെ ബുദ്ധിപരമാണ്, നീതിപൂർവകമാണ് എന്ന് ഇസ്ലാമിന്റെ വിരോധികൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു മുജാഹിദിന്റെ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ശരിയല്ല. അല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ ദക്കറു കൽ ഉൻസാ. സ്ത്രീയും പുരുഷനും തുല്യമല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇമ്രാനിലും പറയുന്നു. അങ്ങനെ ഡസൻ കണക്കിന് ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിച്ച സ്ത്രീയും പുരുഷനും തുല്യമല്ല, അവരുടെ നിയമങ്ങളും തുല്യമല്ല എന്ന് ഖുർആനിൽ ഡസൻ കണക്കിന് ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിച്ച നിയമത്തെയാണ് മുജാഹിദിന്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ യാതൊരു ലജ്ജയും കൂടാതെ ഈ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുള്ളതെന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി പറഞ്ഞത് എന്താണ്? രാഷ്ട്രീയ രംഗത്ത് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നാണ് ഡോക്ടർ സാക്കിർ നായിക്ക് പ്രസ്താവിച്ചത്. എന്നാൽ നിങ്ങൾ കേൾക്കൂ സഹോദരന്മാരെ, അങ്ങനെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ രംഗം കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ പൊതുരംഗത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഹദീസ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇലംറഅ. ഒരു സ്ത്രീയെ അധികാരസ്ഥയാക്കിയ, ഒരു സ്ത്രീക്ക് അധികാരം നൽകിയ
സമൂഹം വിജയിക്കുന്നതല്ല. പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം സഹീഹുൽ ബുഖാരിയിൽ നിലനിൽക്കുന്ന കാലത്തോളം, ഓ എന്റെ മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങൾ മുസ്ലിം സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അധികാരം, സ്ത്രീകൾ അധികാരം കൈകാര്യം ചെയ്യാൻ പാടില്ല. ഈ കാര്യം മൗലവിമാർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇന്ന് വരെ പട്ടാള പള്ളിയിലും ഇന്ന് വരെ മൊഹീദ്ദീൻ പള്ളിയിലും പുരുഷന്മാര് നിസ്കരിക്കുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് കൊടുക്കാതിരുന്നത്, ഇമാമത്ത് നിർത്താതിരുന്നത് എന്നുകൂടി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇമാം ജമാലുദ്ദീൻ റംലി റഹിമഹുല്ലാഹ്, ഇമാം ഖതീബ് സർബീനി റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ, ശാഫിഈ മദ്ഹബിൽ പ്രഗൽഭരായ പണ്ഡിതന്മാർ, അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് തന്നെയാണ് സ്ത്രീകളെ ഇമാമത്ത് നിർത്താൻ പാടില്ല എന്നതിനും തെളിവ് ധരിച്ചിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അവ രാഷ്ട്രീയ രംഗത്തും സ്ത്രീയും പുരുഷനും തുല്യമല്ല. തുല്യമാണെന്ന വാദം പരിശുദ്ധ ഖുർആനിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസിനും ഘടകവിരുദ്ധമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി നിങ്ങൾ കേൾക്കണം. ഇവിടെ കുറെ പരിപാടികൾ നടന്നല്ലോ. ഏത് പരിപാടികൾ? വനിതാ പരിപാടികൾ. ഈ വനിതാ പരിപാടികളെ സംബന്ധിച്ച് ഖുർആൻ എന്ത് പറയുന്നു? ഈ വനിതാ പരിപാടികളെ സംബന്ധിച്ച് ഹദീസ് എന്ത് പറയുന്നു? ഇനി ഞാൻ അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. സ്ത്രീയുടെ പള്ളിപ്രവേശം നമുക്ക് പറയാം. പള്ളിപ്രവേശത്തിന് മുമ്പ് വീട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഓരോ പ്രവേശങ്ങളും പറയേണ്ടി വന്നിരിക്കുകയാ. കാരണം ഇവിടെ ആദ്യം കേരളത്തിൽ ഒരു ഒതായി പള്ളിയിൽ മാത്രം ഒരു ഖദീജക്കുട്ടി മാത്രം പോയിരുന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ പരസ്യമായി രംഗത്തിറങ്ങി റോട്ടിന്റെ മേലെ മുദ്രാവാക്യം വിളിക്കുകയും സ്റ്റേജിന്റെ മേലെ കയറി സൗന്ദര്യം പ്രകടിപ്പിക്കുകയും കാണുന്ന എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും അവരിങ്ങനെ നിന്നുകൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ഈ മൗലവിമാർ അള്ളാഹും റസൂലും അവർക്ക് മാപ്പ് കൊടുക്കില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹം അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നിങ്ങൾ ശരിക്കും ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ അബദ്ധം ഇവിടെ ഉണ്ടാക്കിയതാണ് ഇവിടെ എല്ലാ പ്രശ്നത്തിന്റെയും കാതലായ വശമെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുക. നോക്കൂ, നിങ്ങൾ എന്താണ് മൗലവിമാരുടെ ആശയം? സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കാണുന്നതിന് വിരോധമില്ലെന്നും പരസ്പരം നോക്കാമെന്നുമാണല്ലോ. അങ്ങനെ മൗലവിമാർക്ക് വാദമുണ്ടോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാൻ ആരുടെ പേരിലും എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എല്ലാ വിഷയത്തിനും എന്റെ കൈവശം തെളിവുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ തന്നെ സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതെന്താണ് ഈ കാണുന്നത്? ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവതികൾ സ്റ്റേജിൽ കയറി മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിക്കുന്ന ചിത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മാധ്യമം 1997 മാർച്ച് 3 തിങ്കളാഴ്ച, പുരോഹിതന്മാർ സമുദായത്തോട് മാപ്പ് പറയണം. ജിയോ എന്തിനാണ് മാപ്പ് പറയേണ്ടത്? അത് എന്തിനാണ്? അവർക്ക് ഹറാമ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാത്തതിന് നമ്മൾ മാപ്പ് പറയണം. ഖുർആനും ഹദീസും പറയുന്നതിന് പകരം മാപ്പാണ് പറയേണ്ടത് എന്നാ പറയുന്നത്. ഞങ്ങൾ ഖുർആനും ഹദീസുമാണ് പഠിച്ചത്, മാപ്പല്ല. ആ ഖുർആനും ഹദീസുമാണ് പറയുന്നത്. ഞാൻ പറയുന്ന ആയത്തുകളും ഹദീസുകളും ഖുർആനിലും ഹദീസിലും ഉണ്ടോ ഇല്ലേ? നിങ്ങൾ നിങ്ങളെ മൗലവിമാരോട് ചോദിക്കുക. ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ ആ മൗലവിമാര് ജീവനോടെ ഇല്ലേ? എന്റെ കൂടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആ മൗലവിമാരെ സംഘടിപ്പിക്കാൻ വേണ്ടി എന്റെ വനിതകളെ നിങ്ങളെങ്കിലും ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ എന്റെ അടുത്ത് വരരുത് എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. എന്താണ് ഇതിൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു? കേട്ടോളൂ. സമ്മേളന നഗരിയിലേക്ക് സ്ത്രീകൾക്കേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. നഗരിയിൽ പ്രവേശിച്ച പുരുഷന്മാർ പത്ര ഫോട്ടോഗ്രാഫർമാരും മാത്രം. സ്ത്രീകളുടെ സമ്മേളനത്തിൽ പത്രക്കാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയും. അപ്പൊ അവർക്ക് പ്രവേശിക്കാം എന്നാണല്ലോ ഈ പറഞ്ഞതിനർത്ഥം. ഞാൻ ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതി
അർത്ഥം മുജാഹിദിന്റെ പരിഭാഷ നോക്കി വായിക്കുന്നുണ്ട്. അതിൽ പത്രഫോട്ടോഗ്രാഫർമാരുടെ പേരുണ്ടോ എന്ന് നിങ്ങൾ ഞാൻ അർത്ഥം പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം വായിക്കുന്നത്. ഇനി കേട്ടോളൂ. ഇതില് സ്ത്രീകൾ അച്ഛതയിൽ തുടരേണ്ടത് തങ്ങളുടെ ഉപജീവനം നിലനിർത്താൻ പുരോഹിതന്മാരുടെ ആവശ്യമാണെന്ന് ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം EC ഫുലാനത്ത് അഭിപ്രായപ്പെട്ടു. ഫുലാനത്ത് വെച്ചാൽ ഇന്ന സ്ത്രീ എന്ന് അതിന്റെ അർത്ഥം ചൈത്തവാക്കാന്ന് വിചാരിച്ചാൽ തെറ്റിദ്ധരിക്കണ്ട. ഇന്ന സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം. അവൾ അഭിപ്രായപ്പെട്ടു. ഓ, ഭയങ്കര അഭിപ്രായം തന്നെയാണ്. അഭിപ്രായം ഭയങ്കര ജോർ അഭിപ്രായം തന്നെയാണ്. എന്നാ കേട്ടോളൂ. ഞാൻ ഇനി അതിന് ശേഷം ഇത് ജമാഅത്ത് ഇസ്ലാമിയുടേത്. എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് മുജാഹിദിന്റെ സ്ത്രീകളാണ്. എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യം യാഥാസ്ഥികർക്കെതിരെ ബുദ്ധിജീവി കൂട്ടായ്മ വേണം. MGM ബുദ്ധിജീവി കൂട്ടായ്മ വേണം. പട്ടാളപ്പള്ളിയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ഇമാമത്ത് നിർത്തണം, കുത്തുബോധിക്കണം, സ്വാതന്ത്ര്യം നടത്തണം, കൊടുക്കണം. കൂട്ടായ്മ വേണം. ബുദ്ധിജീവികളുടെ കൂട്ടായ്മ വേണം. പ്രസംഗിക്കുന്ന ഫോട്ടോ. സ്ത്രീകളുടെ പള്ളി പ്രവേശം മുജാഹിദികൾ വിജയവാദ. കാരണം പള്ളിയിൽ നിന്നൊക്കെ വിട്ട് സ്റ്റേജ് മേലൊക്കെ എത്തി വിജയം വളരെ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് എത്തേണ്ടതൊക്കെ എത്തും. അങ്ങനെ വിജയവാദയിലാണെന്നാണ് AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. ഇനി വിജയവാദ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ പാദധന്യം. ഏത് പാത? വിജയവാദ. അതേതാ? ഇതെന്താ പത്രം? ഇത് മുജാഹിദിന്റെ പുടവ വനിതാ മാസിക. ഇതിലെന്താ പറയും? ഈ പാദധന്യം വിജയവാദയാണ്. അതേതാ കേട്ടോളി. കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാകർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. മുസ്ലിം സമുദായത്തോട് ഞാൻ പറയുന്നു, സ്ത്രീകൾ അന്യപുരുഷന്മാരോട് ഒരു പള്ളിയിൽ പോയി പങ്കെടുക്കുന്നതിന് ആരാധന എന്നല്ല പേര്, അതിന് തെമ്മാടിത്തം എന്നാണ് പേര്. ഫിസ്ക് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേര് ആരാധന എന്നല്ല. ആരാധന എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച അനുസരിച്ച് ചെയ്യുന്ന കാര്യത്തിന് ആരാധന എന്ന് പറയാം. ഹറാമിന്റെ പേര് ആരാധന എന്നല്ല. ഒരാൾ ബിസ്മിയും കൂട്ടി കള്ളുടിച്ചാൽ ബിസ്മി കൂട്ടുന്ന ആരാധനയാ? ആരാധനയല്ല. ആരാധന എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും പഠിപ്പിച്ച കാര്യത്തിന് ആരാധന എന്ന് പറയുള്ളൂ. ഈ അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യത്തിന്റെ പേര് ആരാധന എന്നല്ല. അതിന് ആരാധന എന്ന് പേരിടാൻ പാടില്ല. ഇനി കേട്ടോളൂ. മലപ്പുറം ജില്ലയിലെ ഒതായി വെള്ളാറമ്പാറ ഖദീജക്കുട്ടിക്ക് ഇന്ന് 82 വയസ്സ്. ബദിരീങ്ങളെ പറ്റിയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടേ മൗലൂദായി പോവും, ശിർക്കുമായി പോവും. ഇത് ഖദീജക്കുട്ടിന്റെ മൗലൂദാ. എന്നിട്ടോ കേരളത്തിൽ പള്ളിയിൽ പോയി ആരാധന നിർവഹിച്ച ആദ്യത്തെ സ്ത്രീ. സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയി ആരാധിച്ചത് ആരാണ്? കേരളത്തിൽ പള്ളിയിൽ പോയി ആരാധന നിർവഹിച്ച ആദ്യത്തെ സ്ത്രീ എന്ന വിശേഷണത്തിന് അർഹയാണ് ഖദീജക്കുട്ടി. അവർ ചരിത്ര ശകലങ്ങൾ ഓർമ്മകളുടെ അറകളിൽ നിന്ന് ചികഞ്ഞെടുക്കുന്നു. അങ്ങനെ ചരിത്ര ശകലങ്ങൾ ഓർമ്മയുടെ അറകളിൽ നിന്ന് ചികഞ്ഞെടുത്തുകൊണ്ട് പറയാണ് ഖദീജക്കുട്ടി. എന്താ പറയുന്നത് കേട്ടോളി. മുജാഹിദിന്റെ മൗലവിമാർക്ക് എന്തൊക്കെ ഹലാലാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. അത് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ വിജയവാദയിലാണ്. ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോ കേട്ടോളി. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പും അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ വിജയവാദയിലാണ് AP അബ്ദുൽ ഖാദർ മൗലവി മുതൽക്കൊടുത്ത് പ്രസംഗിച്ചു. ഇത് തന്നെയാണ് കാരണം. ഇപ്പൊ അങ്ങോട്ട് പോകാണ്ട് സ്ത്രീകളൊക്കെ ഇങ്ങനെ സ്റ്റേജ് മേലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ കുശലാന്വേഷണത്തിന് അങ്ങോട്ട് പോകണ്ടല്ലോ. എന്നാൽ ഈ സ്ത്രീ മറയുടെ പിന്നിലിരുന്നിട്ട് ഈ AP അബ്ദുൽ ഖാദർ മൗലവി ദ്വാരക്കപ്പിക്കാൻ വേണ്ടി പോയത് ബർക്കത്തിന് പോയതാണോ? നഫീസത്തുൽ വസ്ലിയാന്റെ അടുത്തൊക്കെ പോകുമ്പോലെ ബർക്കത്തിന് പോയതാണോ? ബർക്കത്തിന് വിശ്വാസമില്ലാത്ത ഒരു ബർക്കത്തിന് പോവും. പിന്നെ എന്തിനാ പോയത്? ഈ പെണ്ണ് മറയുടെ പിന്നിലിരിക്കുന്ന പെണ്ണല്ല. മറിച്ച് നോക്കിക്കോളൂ, കസേരന്റെ മേലെ ഇതായിരിക്കുന്ന ഫോട്ടോ. കാലും കാണുന്നുണ്ട്, കയ്യും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ആ രൂപത്തിൽ ഇതാ ഫോട്ടോ അതേ പത്രത്തിൽ തന്നെ. അപ്പൊ പരസ്യമായി പുരുഷന്റെ മുമ്പിലേക്ക് ഇറങ്ങി ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിക്കുന്ന ഈ പെണ്ണിനെ AP അബ്ദുൽ ഖാദർ മൗലവി ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടെന്ന് പരസ്യമായി മുജാഹിദിന്റെ പത്രത്തിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ഖദീജക്കുട്ടിയെ കാണാമെന്ന് ഖുർആനിലുണ്ടോ? ഖദീജക്കുട്ടി AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉമ്മയാണോ, സഹോദരിയാണോ, ഭാര്യയാണോ, ഭാര്യന്റെ ഉമ്മയാണോ, ഉമ്മാന്റെ അനുജത്തിയാണോ, ബാപ്പന്റെ പെങ്ങളാണോ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നത് ഉറപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനും ഹദീസും വലിച്ചെറിഞ്ഞുകൊണ്ട്
അള്ളാഹുവിന്റെ മതത്തിൽ ഏത് പുരുഷനും ഏത് പെണ്ണിനെയും എവിടെയും പോയി നോക്കാമെന്നും ഏത് പെണ്ണിനും ഏത് സ്റ്റേജിലും കയറി അവരുടെ മുഖവും അവരുടെ കൈയുമൊക്കെ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാമെന്നുമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാ, ഫത്വ തന്നെ ഇറങ്ങി. എന്താണ് ഫത്വ? കേട്ടോളൂ. ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ത്രീകൾ പ്രസംഗിച്ച റിപ്പോർട്ട് മനോരമ. കേട്ടോളൂ. മനോരമ 97 മാർച്ച് 2 ഞായർ. എന്താണ്? ഈ മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിച്ചതാ. അന്യപുരുഷന്റെ നേരെ മുസ്ലിം സ്ത്രീകൾ നോക്കരുതെന്ന് പറയുന്നത് വിവരക്കേടാണ്. അന്യപുരുഷന്മാരെ നേരെ മുസ്ലിം സ്ത്രീകൾ നോക്കരുത് എന്ന് പറയുന്നത് വിവരക്കേടാണ്. എന്തായാലും തെളിവ് കേട്ടോളി. പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫ ഉമറിന്റെ നേരെ വിരല് ചൂണ്ടിയാണ് ഒരു സ്ത്രീ സംസാരിച്ചത്. ഇത് മൗലൈമാര് പഠിപ്പിച്ചു കൊടുത്ത സ്ത്രീകൾക്ക് എന്ത്? മൗലൈമാരെ മുഖത്തിന്റെ നേരെ കൈകൊണ്ടിരണം. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവിടെ പ്രസംഗിച്ചു, സ്ത്രീകൾ പ്രസംഗിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് ജുമഅയുടെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ ഖുത്ബയിൽ സ്ത്രീകളുടെ മഹറിന് പരിധി നിശ്ചയിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചുവെന്നും അപ്പോൾ സദസ്സിൽ നിന്ന് ജുമഅക്ക് വന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് സ്ത്രീ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തിങ്ങനെ വിരല് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു എന്ന് ഇവിടെ വെച്ച് പ്രസംഗിച്ചതും പത്രസമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും ഒക്കെ സ്ത്രീകൾ പറഞ്ഞതും ശുദ്ധ നുണയാണ്. മനോരമയുടെ ലേഖകന്മാർ, മാതൃഭൂമിയുടെ ലേഖകന്മാർ, മാധ്യമത്തിന്റെ ലേഖകന്മാർ, ചന്ദ്രികയുടെ ലേഖകന്മാർ സാധുവായ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മൗലവിമാരെ വിളിക്കുക. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക. ഒരു ജുമഅ ഖുത്ബയിലല്ല ആ സംഭവം നടന്നത്. മറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മഹറിന് പരിധി നിശ്ചയിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് കൈവിരൽ ചൂണ്ടി എന്ന് ഇല്ല. അതുപോലെ തന്നെ ആ പെണ്ണ് മറയില്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്ത് നോക്കി എന്നില്ല. മറിച്ച് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്താ ഉള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് ഒരു ദിവസം വഅദ് പറഞ്ഞു. ആ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങി, അഥവാ സ്റ്റേജിനാണല്ലോ ഒരു നിലക്ക് മിമ്പർ എന്ന് പറയുന്നത്, മുജാഹിദീങ്ങൾക്ക് എന്തായാലും സ്റ്റേജ് തന്നെ. അങ്ങനെ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയാൻ വേണ്ടി മിമ്പർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കണം എന്നാണ്. എന്തോ ആകട്ടെ, മിമ്പറിന്റെ മേലെ നിന്ന് അല്ലെങ്കിൽ സ്റ്റേജിന്റെ മേലെ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീകളുടെ മഹറിന് പരിധി നിശ്ചയിക്കണം എന്ന് പറഞ്ഞിട്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ ചോദിച്ചു, ഒരു പണ്ഡിതനോട് മസല ചോദിച്ചുകൂടെന്നോ, അല്ലെങ്കിൽ ഒരു പണ്ഡിതന് ഓർമ്മ തെറ്റുപറ്റിയാൽ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആ കാര്യം ഒരു പെണ്ണിന് ഉണർത്തിച്ചുകൂടെന്നോ? നമുക്കാർക്കും വാദം ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പലരും പോയി മസലകൾ ചോദിക്കാറുണ്ട്. റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടും മറയുടെ പിന്നിലായിക്കൊണ്ടും ആയിഷ ബീവി പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് തെറ്റാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സ്ത്രീ ചോദിച്ചു, നിങ്ങളിങ്ങനെ മഹറിന്റെ പരിധി നിശ്ചയിക്കുന്നതായി കേൾക്കുന്നത് ശരിയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങളങ്ങനെ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ആ സമയത്ത് ആ സ്ത്രീ ഒരായത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ആയത്തിന് എന്താണ് വ്യാഖ്യാനം നൽകുക എന്ന് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, ആ ആയത്തിന് മറ്റൊരു വ്യാഖ്യാനം നൽകാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് മഹറിന് പരിധി നിശ്ചയിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു ആ വഴിയിൽ നിന്നും മടങ്ങി. സഹോദരന്മാർ മനസ്സിലാക്കും, വഴിയിൽ നിന്നും മടങ്ങി രണ്ടാമത് വന്ന് മിമ്പറിന്റെ മേലെ കയറി അതാ ജനങ്ങളോട് പറഞ്ഞു, നേരത്തെ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വേണ്ട. ഇതാണോ ജുമഅയുടെ ഖുത്ബക്കിടയിൽ മിമ്പറിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി എന്ന് പറഞ്ഞത്? മിമ്പർ വന്ന് ജുമയും കഴിഞ്ഞിട്ട് പോവുക, എന്റെ ഇടക്കെന്ന് ചോദിക്കുക, എന്റെ മടങ്ങിര, പിന്നെ മിമ്പർമ കയറുക, ഇങ്ങനെ വല്ല സ്ഥലത്തും ഖുത്ബ നടക്കാറുണ്ടോ ജുമഅന്റെ ഖുത്ബ? അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയാണ് ആ സംഭവം ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് വല്ല റിപ്പോർട്ടുകളും ഉണ്ടെങ്കിൽ ഈ നീളമായ റിപ്പോർട്ട് ഷോർട്ടാക്കി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുകൾ വിശദമായി മനസ്സിലാക്കാതെയും സനദ് സഹീഹ് അല്ലാത്ത രൂപത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളും പൊക്കിപ്പിടിച്ചിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച മൗലവിമാർ, അവരാണ് സ്ത്രീകളോട് മാപ്പ് പറയേണ്ടത്, സത്യം പറയുന്ന സുന്നി പണ്ഡിതന്മാരല്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ മൗലവിമാരെ സംഘടിപ്പിക്കട്ടെ ഈ വിഷയം ഒന്ന് പരിശോധിക്കാൻ. അപ്പൊ ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഇതിൽ പറഞ്ഞത് എന്താണ്? ഇതിലിപ്പോൾ സ്ത്രീ പറഞ്ഞത് എന്താണ്?
അന്യപുരുഷന്റെ നേരെ നോക്കിക്കൂടെന്ന് പറയുന്നത് വിവരക്കേടാണ്. ഇനി ഞാൻ സ്ത്രീ ഇവിടെ പ്രസംഗിച്ചതും അതുപോലെ ഇനി ഒന്നുകൂടി അങ്ങ് പറഞ്ഞു എന്നിട്ട് ഞാൻ ആയത്തിലേക്ക് കിടക്കാം. ആയത്തിനൊന്നും എന്റെ വകയിൽ അർത്ഥം പറയില്ല. ഞാൻ മുഴുവൻ മുജാഹിദിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ പരിഭാഷ നോക്കി വായിക്കും. നിങ്ങൾ കേട്ടോളൂ. ഇക്കാണുന്നത് എന്താണ്? ഇത് സ്ത്രീകള് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന ചിത്രമാ. മുഹീദ്ദീൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു വരുന്ന ചിത്രം എന്റെ കയ്യിലുണ്ട്. ഒരൊറ്റ ഒന്ന് തല പോലും മറക്കാതെ ഇറങ്ങി വരുന്ന ചിത്രം എന്റെ കൈവശമുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല, അത് വേറെയുണ്ട്. ഇത് പള്ളിയിൽ നിസ്കരിക്കുന്ന ചിത്രമാ. പള്ളിയിലും മൈതാനിയിലും നിസ്കരിക്കുന്ന ചിത്രം. ഈ ചിത്രം കൊടുത്തുകൊണ്ട് 16/2/90 പല പത്രങ്ങളിലും ഉണ്ട്. ഞാൻ ഒന്ന് മാത്രം വായിക്കാം. 16/2/97 കലാകൗമുദി എന്ന കേരളത്തിന് പുറത്തിറങ്ങുന്ന പത്രം. ഈ പത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു ലേഖനം, പ്രാർത്ഥനയിലെ ലിംഗപ്രശ്നം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം. ഈ ലേഖനത്തിന്റെ മറുവശത്ത് അതാ ഒരു മുജാഹിദായ ഒരാള്, അയാൾ അഭ്യസ്ത വിദ്യനാണ്, അയാൾ സുപ്രീം കോടതി അഭിഭാഷകനാണ്. ദൈവം എന്റെ പേരിൽ വല്ല കേസും കൊടുത്തേക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേസ് എന്ത് കൊടുത്താലും പറഞ്ഞത് വിഡിത്തമായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. കേട്ടോളൂ. ടി.കെ. ഇബ്രാഹിം, സുപ്രീം കോടതി അഭിഭാഷകൻ, എഴുതുന്നു, ദൈവത്തിന്റെ വീടാണ് പള്ളി. അവിടെ പ്രവേശിക്കുന്നതിൽ നിന്നും ആരെയും വിലക്കാനാവില്ല. കാരണം അവിടെ ഒരിക്കലും വേർതിരിവ് പാടില്ലാത്ത സ്ഥലമാണ്. ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യർ എന്നതാണ്. അപ്പോ ദൈവത്തിന്റെ മക്കളാണ് പോലും മനുഷ്യന്മാർ. ഇത് ക്രിസ്തുമതമാണ്. ഇബ്രാഹിം മനസ്സിലാക്കണം, ഇത് ക്രിസ്തുമതമാണ്, ഞങ്ങളെ മതമല്ല, ഇസ്ലാം മതമല്ല. ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യരെന്ന വാദം. ഇനി ഞാൻ പറയട്ടെ, ഇതിൽ നിങ്ങൾക്ക് ഒരു മുസ്ലിം വിരോധിയായ സ്ത്രീയുടെ ലേഖനം കാണാം. അവളെന്താ പറയുന്നത് കേട്ടോളി. ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതേണ്ട കാര്യമാണ് പാളയം ഇമാമ് ചെയ്തത്. ഇപ്പൊ ഒരു പുതിയ മദ്ഹബിന്റെ ഇമാം ഇറങ്ങിയതാ. തങ്കലിപികളിലാണ് പാളയം ഇമാമ് ചെയ്ത കാര്യം എഴുതണ്ടേ. ഇനി കേട്ടോളി ബാക്കി. പള്ളികളിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യനീതി കിട്ടണം. മുജാഹിദ് ജമാഅത്തിന്റെ പള്ളിയിലൊക്കെ തുല്യനീതി കിട്ടണം. ഇനി അങ്ങോട്ട് ഇമാമത്ത് പെണ്ണുകളെ നിർത്തണം കുറെ കൊല്ലം. എന്നിട്ടോ ഇവള് പിന്നെ എഴുതുകയാണ്, ഇതൊരു തുടക്കമാകട്ടെ. ഖുർആനിൽ സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എഴുതേണ്ട കാലമായി. ഖുർആനിൽ അങ്ങനെ ഒരു വിലക്കുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എഴുതേണ്ട കാലമായി. സ്ത്രീകളെ അകറ്റി നിർത്തിയുള്ള ആരാധനാ സമ്പ്രദായം ഏതെങ്കിലും ദൈവത്തിന്റെ ആഗ്രഹമാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് എന്റെ അഭിപ്രായം വളരെ മോശമാണ്. ഈ പെണ്ണ് നല്ല അഭിപ്രായം പറയുന്ന ആളാ. ദൈവം വളരെ മോശമാണ്, അള്ള വളരെ മോശമാണ്, പാളയ ഇമാമ് നല്ല മനുഷ്യനാണ് എന്നാ പറയുന്നത്. ഈ നിലക്ക് മതവിരോധികൾ ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഈ സമയത്ത് ഈമാനുള്ള മുസ്ലിമീങ്ങളെ, മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈമാനുള്ളവരെ നിങ്ങൾ ശരിക്ക് ചിന്തിക്കുക. പരിശുദ്ധ ഖുർആൻ എന്താണ് സ്ത്രീകളുടെ രംഗപ്രവേശനത്തെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? സ്ത്രീകൾ ഇവിടെ മുതലക്കുള മൈതാനിയിലൊക്കെ ഈ കാണിച്ചതുപോലെ മുഖം കാണിച്ച് പരസ്യമായി പ്രസംഗിച്ച് ഫോട്ടോഗ്രാഫർമാർക്ക്, പത്രക്കാർക്ക് ഫോട്ടോ എടുക്കാൻ നിസ്കാരത്തിലും പ്രസംഗത്തിലുമൊക്കെ നിന്നുകൊടുക്കുന്ന ഈ ഒരു ഏർപ്പാടിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എന്താണ് പറഞ്ഞത്? പണ്ഡിതന്മാരെന്താണ് പറഞ്ഞത്? ഈ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ മടങ്ങുക, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. ഓ മൗലവിമാരെ, മടങ്ങുക, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക. കേട്ടോളൂ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. അർത്ഥം വായിക്കുന്നത് മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷയായ മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷയാണ്. നബിയെ, സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും മാധ്യമം പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ചിന്തിക്കണം, ചന്ദ്രികയുടെ ഫോട്ടോഗ്രാഫർ ചിന്തിക്കണം. അള്ള പറയുന്നത് ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കണമെന്നല്ല, പിന്നെ ദൃഷ്ടികൾ താഴ്ത്തുവാനും. ഖുർആനാണ്. മുഹമ്മദ് അമാനി മൗലവിന്റെ പരിഭാഷയാണ് വായിക്കുന്നത്. കേട്ടോളൂ. അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തുകൊള്ളുവാനും പറയുക.
അത് അവർക്ക് വളരെ വെടിപ്പായിട്ടുള്ളതാകുന്നു. നിശ്ചയമായും അവര് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ശരിക്കും മനസ്സിലായിക്കൊള്ളണം. നിങ്ങൾ ഫോട്ടോ എടുക്കാനും മറ്റും വന്ന് ഈ സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നില്ലേ, ദൃഷ്ടികൾ താഴ്ത്താനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. നിങ്ങൾക്ക് വെടിപ്പായിട്ടുള്ള സംഗതി അതാണെന്നാണ് മാനിമൗലവി പറയുന്നത്. എനിക്ക് കേട്ടോളൂ, തീർന്നില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരെ നോക്കാമെന്നല്ലേ പരസ്യമായി ഈ സ്റ്റേജിൽ വെച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതകൾ പ്രസംഗിച്ചത്. എന്നാൽ ഖുർആൻ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ചോളൂ. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഉലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന ഔ ബനീ അഖവാതിഹിന്ന ഔ നിസാഇഹിന്ന ഔ മാ മലകത് അയ്മാനുഹുന്ന അവ التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സ്ത്രീകൾക്ക് അവരുടെ ഭംഗി ആർക്കൊക്കെ കാണിക്കാം. അതിൽ ഫോട്ടോഗ്രാഫർമാരും പത്രക്കാരൊക്കെ പെടുവോ, AP അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടുമോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഖുർആനാണ് അർത്ഥം. മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷയാണ് വായിക്കുന്നത്. സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തുകൊള്ളുവാനും അവരുടെ ഭംഗി അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ വെളിപ്പെടുത്താതിരിക്കുവാനും പറയുക. ഈ പറഞ്ഞ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന്, സ്ത്രീകൾക്ക് ദൃഷ്ടി താഴ്ത്തണം. എന്തിനാ ദൃഷ്ടി താഴ്ത്തുന്നത്? അന്യപുരുഷന്മാരിലേക്ക് നോക്കുന്നതിൽ നിന്നും മറ്റ് ഹറാമുകളിൽ നിന്നും ദൃഷ്ടി താഴ്ത്തണം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പരിഭാഷ തന്നെ നോക്കിയിട്ട് അർത്ഥം വായിക്കും. സ്ത്രീകൾ അന്യപുരുഷന്മാരിലേക്ക് നോക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. വിരോധമുണ്ടെന്ന് പറയുന്നത് വിവരക്കേടാണ് എന്നാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ത്രീകൾ പ്രസംഗിച്ചത്. അള്ളാഹ് വിവരക്കേടാ ഖുർആനിൽ പറഞ്ഞു അല്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോവുകയില്ലേ ഈ സ്ത്രീകൾ? അള്ളാഹ് വിവരക്കേട് പറയുന്നവനാണോ? ഇനി കേട്ടോളൂ, ഇവിടെ തന്നെ അവരുടെ ഭംഗി അതിൽ പ്രത്യക്ഷമാകുന്നതല്ലാതെ വെളിപ്പെടുത്താതിരിക്കുവാനും പറയുക എന്ന് പറഞ്ഞു. ഈ ഭംഗി പ്രത്യക്ഷമാകുന്നതല്ലാതെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അവരുടെ വസ്ത്രം ധരിച്ചാൽ, വസ്ത്രത്തിന്റെ പുറംഭാഗം കണ്ടാലും ഭംഗി കാണുമല്ലോ, വസ്ത്രം ധരിച്ചാൽ ഉണ്ടാവില്ലേ ഭംഗി? ആ വസ്ത്രം കാണുന്നതാണെന്ന് ചിലർ, പുറത്ത് കാണുന്ന ആഭരണങ്ങളാണെന്ന് ചിലർ, മറ്റു ചിലർ മുഖവും മുങ്കയുമാണ് എന്ന് ചിലർ. എന്നാൽ ഈ പറഞ്ഞത് അവരുടെ വീടുകളിൽ വെച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മുങ്കയും മുഖവും മറക്കേണ്ടതില്ലെന്നാണെന്നും, പുറത്തു പോകുന്ന സമയത്ത് പുരുഷന്മാര് കാണുന്ന വേദിയിലേക്കാണ് പോകുന്നതെങ്കിൽ സ്ത്രീകൾ മുഖമടക്കം മറക്കണമെന്നും പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെ പഠിപ്പിച്ചതായി ഇതേ ഖുർആൻ പരിഭാഷയില് ഇതേ സ്റ്റേജില് ഇപ്പൊ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആയത്തിന്റെ അർത്ഥം പൂർണ്ണമായതിനു ശേഷം ഞാൻ അതിലേക്ക് കടക്കാം. അവർ തങ്ങളുടെ ഭംഗി താഴെ പറയുന്നവർക്കല്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യരുത്. താഴെ പറയുന്നതിൽ ഫോട്ടോഗ്രാഫർമാരുണ്ടോ, പത്രക്കാരുണ്ടോ, AP അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചോളണം. കാരണം അവർക്കൊക്കെ അനുവദിച്ചിരിക്കുകയാണല്ലോ സ്ത്രീകളെ നോക്കലും കാണലൊക്കെ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഖുർആൻ പറഞ്ഞു, അവരുടെ ഭർത്താക്കൾക്കോ പിതാക്കൾക്കോ ഭർത്താക്കളുടെ പിതാക്കൾക്കോ തങ്ങളുടെ പുത്രന്മാർക്കോ ഭർത്താക്കളുടെ പുത്രന്മാർക്കോ സഹോദരന്മാർക്കോ സഹോദരന്മാരുടെ പുത്രന്മാർക്കോ സഹോദരികളുടെ പുത്രന്മാർക്കോ തങ്ങളുടെ സ്ത്രീകൾക്കോ തങ്ങളുടെ വലം കൈകൾ ഉണപ്പെടുത്തിയിട്ടുള്ളവർക്കോ പുരുഷന്മാരിൽ നിന്ന് ലൈംഗിക മോഹമില്ലാത്ത അനുചരന്മാർക്കോ സ്ത്രീ രഹസ്യങ്ങളെപ്പറ്റി മനസ്സിലായിട്ടില്ലാത്ത കുട്ടികൾക്കോ അല്ലാതെ തങ്ങളുടെ അലങ്കാരത്തിൽ അല്ലാതെ അവരുടെ ഭംഗി വെളിപ്പെടുത്തുകയും ചെയ്യരുത്. തങ്ങളുടെ അലങ്കാരത്തിൽ നിന്ന് മറച്ചു വെക്കുന്നത് അറിയപ്പെടുവാൻ വേണ്ടി അവർ തങ്ങളുടെ കാലുകൾ കൊട്ടുകയും ചെയ്യരുത്. കാലെടുത്ത് വെച്ചിട്ട് എന്നെ സ്ത്രീകൾ ശബ്ദം ഉണ്ടാക്കരുത് എന്നാ പറയുന്നു. കാലെടുത്ത് വെച്ച് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് ഖുർആനാ പറയും. നിങ്ങളെല്ലാവരും
ഹേ സത്യവിശ്വാസികളെ, അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിക്കുവീൻ, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയാണ് നോക്കി വായിച്ചത്. ഇനി ഈ പരസ്പരം മൗലവിമാര് സ്ത്രീകളെ മുഴുവനും കാണാമെന്നും സ്ത്രീകൾക്ക് ഇങ്ങോട്ട് കാണാമെന്നും കാണുന്ന വിധത്തിൽ സ്റ്റേജിൽ പങ്കെടുക്കാമെന്നും എന്നിട്ട് ഫോട്ടോ എടുപ്പിക്കാമെന്നും എന്റെ ആ ഫോട്ടോ പത്രത്തിൽ കൊടുക്കാമെന്നും കാണുന്ന പത്രക്കാർക്ക് മുഴുവനും കാണുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് മുഴുവനും നിസ്കാരത്തിലും സ്റ്റേജിലുമൊക്കെ ഇങ്ങനെ കുത്തനെ നിന്നുകൊടുക്കാമെന്നും പാസാക്കിയില്ലേ? ഈ പാസാക്കിയത് പരിശുദ്ധ ഖുർആനിന് ഘടകവിരുദ്ധമായ ആശയമാണ്. പരിശുദ്ധമായ ഹദീസുകൾക്ക് ഘടകവിരുദ്ധമായ ആശയമാണ്. ഞാനത് വായിക്കുന്നു, ശരിക്ക് കേട്ടോ. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ തന്നെയാണ് വായിക്കുന്നത്. അനാവശ്യത്തിലേക്കും അനുവദനീയമല്ലാത്തതിലേക്കും നോക്കാതിരിക്കുക. പ്രഥമ നോട്ടത്തിൽ തനിക്ക് കാണുവാൻ പാടില്ലാത്ത ആളോ വസ്തുവോ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് തുടർന്നുകൊണ്ട് നോക്കാതിരിക്കുക എന്നൊക്കെയാണ് ദൃഷ്ടി താഴ്ത്തുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ ഒരു അന്യസ്ത്രീന്റെ മുഖത്ത് പോണ പോക്കിൽ കണ്ടുപോയാൽ തന്നെ പിന്നെ നോക്കിക്കൂടാൻ. പിന്നെ എങ്ങനെ പോയി എന്നിട്ട് മാധ്യമക്കാരെ ഫോട്ടോ എടുക്കുന്നത് എന്ത്? ചന്ദ്രികാരൻ ഫോട്ടോ എടുക്കുന്നത് എന്ത്? ഖുർആനാ ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ബാഫക്കി തങ്ങളെ പോലുള്ള ആളുകൾ ചന്ദ്രികാപത്രവും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മാധ്യമ പത്രമൊക്കെ വളർത്തിയെടുത്തത് ഖുർആനിനെതിരെ ചെയ്യാനാണോ? ഞാനീ പറഞ്ഞ ആയത്ത് ഖുർആനിലില്ലേ? ഈ അർത്ഥം മുജാഹിദിന്റെ പരിഭാഷയിലില്ലേ? ശരിക്കും ശ്രദ്ധിക്കണം. ഞങ്ങള് ആരെയും പേടിച്ചിട്ട് മതം പറയാതിരിക്കുമെന്ന് ആരും മനസ്സിലാക്കണ്ട. അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ആശയം അത് ഞങ്ങൾ പറയാതിരിക്കുമെന്ന് ആരും ചിന്തിക്കണ്ട. അബ്ദുള്ള മൗലവി ആലോചിച്ചോളണം. മാധ്യമത്തിലിരിക്കുന്ന അബ്ദുള്ള മൗലവി, നിങ്ങള് ലോകമൊട്ടാകെ പോയിട്ട് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അടക്കിയിരുത്തണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഈ ഭൂമിലോകത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കടച്ചുപൂട്ടാമെന്നാണോ ധാരണ? അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം. കേട്ടോളൂ, ഞാൻ ബാക്കിയോട് വായിക്കും, കേട്ടോളൂ. അബ്ദുല്ലാഹി ബിൻ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, വായിക്കുന്നത് മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷയാണ്. അബ്ദുല്ലാഹി ബിൻ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, പെട്ടെന്നുള്ള ഇൻ ബ്രാക്കറ്റ്സ് അവിചാരിതമായ നോട്ടത്തെപ്പറ്റി ഞാൻ നബിയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് എന്റെ ദൃഷ്ടിയെ തിരിച്ചുകൊള്ളുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. മുസ്ലിമിന്റെ ഹദീസ. എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫർമാർ പോയി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്? പെണ്ണുങ്ങളെ ഫോട്ടോ എന്റെ പത്രത്തിൽ കൊടുക്കുന്നത് ഏത് ഖുർആനിലാ പറഞ്ഞു? ഏത് ഹദീസിലാ പറഞ്ഞു? മൗലവിമാര് പറയണം, പോരാ. കേട്ടോളി, നോട്ടത്തെ നിയന്ത്രിക്കുവാൻ പറയുന്നതോടൊപ്പം ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുവാനും കൂടി കൽപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. നോട്ടത്തിൽ നിന്നാണ് വ്യഭിചാരത്തിന് പ്രചോദനമുണ്ടായിത്തീരുന്നതെന്നും വ്യഭിചാരത്തിലേക്ക് വഴിവെക്കുന്ന ഏത് കാര്യവും കാത്തുകൊള്ളേണ്ടതുണ്ടെന്നും അതിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവ നോട്ടത്തുനിന്നാ വ്യഭിചാരത്തിലേക്ക് പോകുന്നത്. അബ്ദുൽ ഖാദർ അലി പറയുന്നത് ഈ പാത വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിക്കുന്നു: കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാകുന്നു. കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാകുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതകളെ, ഞങ്ങൾ സുന്നി പണ്ഡിതന്മാരെ സംബന്ധിച്ച് പുരോഹിതന്മാര് മാപ്പ് പറയണമെന്ന് പറഞ്ഞത് കണ്ണുകളുടെ നോട്ടം വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് അധികാരം തരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യഭിചരിക്കാൻ അനുവാദം നൽകാത്തതിന്റെ പേരിലല്ലേ മാപ്പ് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ നോക്കിയാണ് ഞാൻ വായിക്കുന്നത്. കേട്ടോ, കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാകുന്നു. കാതുകളുടെ വ്യഭിചാരം ചെവി കൊടുക്കലാണ്. നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. കൈയിന്റെ വ്യഭിചാരം പിടിക്കലാണ്. കാലിന്റെ വ്യഭിചാരം കാലടി വെക്കലാണ്. ഹൃദയം മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഗുഹ്യസ്ഥാനം അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയോ അല്ലെങ്കിൽ കളവാക്കുകയോ ചെയ്യുന്നു. റവാഹു മുസ്ലിം വലിൽ ബുഖാരി നഹ്വഹു. ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണ്. ഇനി കേട്ടോളൂ, ദൃഷ്ടിയെ നിയന്ത്രിക്കണമെന്ന് പുരുഷന്മാരോടും സ്ത്രീകളോടും വെവ്വേറെ കൽപ്പിച്ചതും പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. ഏതൊരു കാരണത്തെ മുൻനിർത്തിയാണോ നോട്ടം നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അക്കാര്യത്തിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലല്ലോ. ഇനിയും കേട്ടോളൂ, അബ്ദുല്ലാഹി ബിൻ
ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ ഒരു സഹാബിയായിരുന്നു. അദ്ദേഹം കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പത്നിമാരായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടും മൈമൂന റളിയല്ലാഹു അൻഹയോടും മാറി നിൽക്കുവാൻ തിരുമേനി കൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അന്ധനല്ലേ, ഞങ്ങളെ കാണുകയില്ലല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ തിരുമേനി ഇപ്രകാരമാണ് അവരോട് പറഞ്ഞത്: എന്നാൽ നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? അബൂദാവൂദ്, തിർമിദി. നോട്ടം മുതലായ കാര്യങ്ങൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും മാത്രം വിരോധിക്കപ്പെട്ടതായും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്മാരെ നോക്കുന്നതിനും മറ്റും വിരോധമില്ലെന്നും ഒരു ധാരണ മിക്കവരിലും കടന്നുകൂടിയതായി കാണാം. ഇത് തീരെ അബദ്ധമാണെന്നും ലൈംഗിക നിയന്ത്രണാർത്ഥം നിയമിക്കപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും സമമാണെന്നും ഈ ഖുർആൻ വചനങ്ങളിൽ നിന്നും നബി വചനങ്ങളിൽ നിന്നും സ്പഷ്ടമാകുന്നു. മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷ 2220 പേജാണ് ഞാൻ നോക്കി വായിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഓ മൗലവിമാരെ, നിങ്ങൾക്ക് എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിക്കുന്നു, അതുപോലെ എല്ലാ മുജാഹിദ് മൗലവിയോടും ചോദിക്കുന്നു, അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സർവ്വ മൗലവിമാരോടും ചോദിക്കുന്നു, ഇത് എ പി അബ്ദുൽ ഖാദർ മൗലവി ചിന്തിക്കണം, ഇത് കാന്തപുരം എഴുതിയതാണോ? നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് നിങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളെ ഖുർആൻ പരിഭാഷയില് നിങ്ങളെ കൂട്ടത്തിൽ കുറച്ചെങ്ങാനും വിവരമുണ്ടായിരുന്ന അമാനി മൗലവി വ്യക്തമായി എഴുതി വെച്ച ഈ ആശയം, പച്ച മലയാളത്തിലുള്ള ഈ ആശയം അതുപോലും വായിച്ചു നോക്കാതെ ഈ സ്ത്രീകളെ സ്റ്റേജിലേക്ക് കയറ്റി നിങ്ങൾ ഈ പ്രസംഗം മുഴുവനും നടത്തിക്കുകയും നിസ്കരിക്കുന്ന സ്ത്രീകളെ മുഴുവനും ഫോട്ടോ എടുത്തുകൊണ്ട് വരികയും ഈ സ്ത്രീകളെ മുഴുവനും നോക്കുകയും കാണിക്കുകയും കാണുകയും എ പി അബ്ദുൽ ഖാദർ മൗലവി സ്വന്തം ശരീരത്തോടെ തന്നെ ഖദീജ കുട്ടിയെ പോയി കാണുകയും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിന് കടകവിരുദ്ധമല്ലേ? ഖുർആനിന് കടകവിരുദ്ധമല്ലേ? ഹദീസിന് കടകവിരുദ്ധമല്ലേ? നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരിക എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി മൗലവിമാരെ? ഖുർആനിലുള്ള ഈ ആശയം ഇത് സുന്നിയുടെ പരിഭാഷയല്ലല്ലോ, പേരോടിന്റെ അർത്ഥമല്ലല്ലോ, നിങ്ങളുടെ പരിഭാഷയല്ലേ ഞാൻ നോക്കി വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖുർആനിൽ ഒരായത്തുണ്ട്. എന്താണ് ആയത്ത്? കപട വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിലുണ്ട്. അവരുടെ ലക്ഷണം എന്താണ്? ഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിലേക്ക് വരാതെ തിരിഞ്ഞു കളയുന്ന ആളുകൾ അവര് മുനാഫിഖീങ്ങളാണ്, കപട വിശ്വാസികളാണെന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഖുർആനിലേക്ക് മടങ്ങി വരൂ മുജാഹിദ് സുഹൃത്തുക്കളെ, ജമാഅത്ത് ഇസ്ലാമിയുടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങി വരൂ. ഖുർആൻ വലിച്ചെറിഞ്ഞ നിങ്ങളെ മൗലവിമാരെ നിങ്ങൾ വലിച്ചെറിയൂ. അല്ലെങ്കിൽ ഖുർആനിൽ ഇങ്ങനെ ഒരായത്തില്ലെന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഹദീസ് ഇല്ലെന്ന് പറയട്ടെ. ഞാൻ വായിക്കുന്നത് ഖുർആനിന്റെ നിങ്ങളെ ഖുർആൻ പരിഭാഷ നോക്കിയാണ്. ഇനിയും കേട്ടോളൂ. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്നത് വിശദീകരിച്ചുകൊണ്ട് പറയും, ശാരീരികമായി ഭംഗി മാത്രമല്ല, ആഭരണം, സുറുമ, ചായം മുതലായ ഉപകരണങ്ങൾ മൂലമോ വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഭംഗിയും ഇതിൽ ഉൾപ്പെടുമെന്നത്രേ ആയത്തിന്റെ നാനാവശങ്ങളും നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നല്ല വസ്ത്രം ധരിച്ചിട്ട് ആല പുള്ളി സാരി വിട്ട് തലയിലൊരു ഒരു മക്കനെ ഇട്ടാല് സ്ത്രീകൾക്ക് പ്രസിഡന്റാ, എന്റെ സ്റ്റേജിൽ കയറാ, പ്രസംഗിക്ക എന്ന് മനസ്സിലാക്കിയത് അബദ്ധമാണ്. ഖുർആൻ തഫ്സീറായ നോക്കി, ഖുർആന്റെ വ്യാഖ്യാനം, മുജാഹിദിന്റെ വ്യാഖ്യാനം നോക്കിയിട്ട് ഞാൻ വായിക്കുന്നത്. പണ്ഡിതന്മാർക്ക് തിരിയായിട്ടാണ് ഇത് മനസ്സിലാക്കുന്ന സ്ത്രീകളില്ലേ, അവർ മനസ്സിലാക്കാനാണ് ഇത് പറയും. നിങ്ങൾക്ക് മലയാളം വായിച്ചു നോക്കൂടെ? അറബി തിരിയൂലെങ്കിലും ഇനി കേട്ടോളൂ. ആഭരണത്തിന്റെ ശബ്ദം തന്നെ കേൾക്കാൻ പാടില്ല. ഇനി കേട്ടോളൂ, തീർന്നില്ല.
നമ്മളെ ഒരു മൗലവി ഉണ്ട്, നോബൽ സമ്മാനം പ്രഖ്യാപിക്കണം അയാൾക്ക് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വിഷയത്തിൽ. അയാൾ അബ്ദുസ്സലാം മൗലവി എടവണ്ണ. അയാള് ജനാബത്തുണ്ടായ കുളിക്കണ്ടാന്ന് എഴുതിയ ആളാണ്. ജനാബത്തുണ്ടായ കുളിക്കണ്ടാന്ന് ജിഹാദ് തന്നെ ബുക്കിൽ എഴുതിയ ആളാണ്. അങ്ങനത്തെ ഒരു മൗലവിയുണ്ട്, എപ്പോഴും ഇങ്ങനെ ജനാബത്തോടുകൂടി നടക്കണം എന്ന് പറയുന്ന മൗലവി. ആ മൗലവി ഖുദൂ സീറത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു എല്ലാ പള്ളിയിലേക്കും പെണ്ണുങ്ങൾ വേണമെന്ന് അതിന്റെ അർത്ഥം. എന്നാൽ അതിനെ സംബന്ധിച്ച് അമാനി മൗലവി പറയും, നമസ്കാരവേളയിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനും മറ്റും ഉപദേശിച്ചുകൊണ്ട് എല്ലാ നമസ്കാര വേളയിലും നിങ്ങൾ നിങ്ങളുടെ സീനത്ത് എടുത്തുകൊള്ളണം എന്നാണ് ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്നാണ് ഒരിടത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഈ സംഗതി ശരിക്കും മനസ്സിലാക്കാമല്ലോ. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിന്റെ അർത്ഥം എല്ലാ പെണ്ണുങ്ങളും പള്ളിയിൽ പോകണമെന്നല്ല. അങ്ങനെയാണ് അബ്ദുസ്സലാം സുലമി അർത്ഥം പറഞ്ഞത്. അങ്ങനല്ല, മറിച്ച് ആരാധനാ സമയത്ത് വസ്ത്രം ധരിക്കണമെന്നാണ് എന്നുകൂടി അവിടെ മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷയില് അമാനി മൗലവി പറയും. ഇനി കേട്ടോളൂ. സൗന്ദര്യത്തെ ദ്വിഗുണീകരിച്ച് കാണിക്കുകയോ ശാരീരികാകൃതിയെ ചിത്രീകരിച്ച് കാണിക്കുകയോ ചെയ്യുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതും പാടില്ലാത്തതാകുന്നു. ശരീരം കണ്ടാൽ ഒരുപക്ഷെ അറുപ്പ് തോന്നിയേക്കാവുന്ന സ്ത്രീകൾ വസ്ത്രാഭരണങ്ങൾ മൂലം കാമ്യമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന വസ്തുത ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് 60-ാം വചനത്തിൽ വരുന്നത് പോലെ കിഴവികളായ സ്ത്രീകൾ പോലും അവരുടെ ഭംഗികളെ വെളിപ്പെടുത്താതെ മറക്കുകയാണ് നല്ലതെന്ന് അള്ളാഹു പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മേൽപ്പറഞ്ഞ എല്ലാതരം ഭംഗികളെയും മറക്കുവാൻ വേണ്ടിയാണ് സ്ത്രീകൾ അന്യർക്കിടയിൽ പ്രവേശിക്കുമ്പോൾ, ശരിക്കു കേട്ടോളി, അന്യർക്കിടയിൽ പ്രവേശിക്കുമ്പോൾ ജിൽബാബ് ബ്രാക്കറ്റിൽ ശരീരം പൊതുവിൽ മറക്കുന്ന വലിയ വസ്ത്രം ധരിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി സൂറത്ത് അഹ്സാബ് 59 കൂടുതൽ വിവരണം കാണാം. അപ്പോ ശരീരം പൂർണ്ണമായി മറക്കുന്ന ഒരു വസ്ത്രം ധരിക്കണമെന്ന് ഖുർആനിൽ ഒരു കൽപ്പനയുണ്ട്. ഈ മക്കനയും ധരിച്ചിട്ട് മുഖവും തുറന്നിട്ട് ഈ മുതലക്കുളം മൈതാനുകള് മുജാഹിദിന്റെ സ്ത്രീകൾ വന്നത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ. ഇനിയും കേട്ടോളൂ. ഏതെങ്കിലും ന്യായത്തെയോ വ്യാഖ്യാനത്തെയോ അടിസ്ഥാനമാക്കി പർദാ നിയമത്തിൽ നിന്നും കഴിയുന്നതും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നതിനു പകരം ഖുർആന്റെയും ഹദീസിന്റെയും വ്യക്തമായ താൽപര്യങ്ങള് കഴിവതും നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. മരിച്ചുപോയ അമാനി മൗലവി ജീവിച്ചിരിക്കുന്ന AP അബ്ദുൽ ഖാദിർ മൗലവിയാണ് ഖുർആൻ പരിഭാഷയിൽ ഉപദേശിക്കുന്നത്. ഇനിയും കേട്ടോളൂ. സഹോദരന്മാരെ, ഇപ്പോൾ നാം പറഞ്ഞു വന്നത് എന്താണ്? സ്ത്രീ അന്യപുരുഷന്മാരുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ മുതലക്കുളം മൈതാനിയിൽ വന്നതുപോലെ, അതുപോലെ വനിതാ പ്രസിഡന്റ് നടക്കും പോലെ, അല്ലെങ്കിൽ സഹോദരന്മാരെ സ്ത്രീകൾ അന്യപുരുഷന്മാരെ മുമ്പിലേക്ക് ഇന്നിറങ്ങും പോലെ ഇറങ്ങൽ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. ഇനി കേട്ടോളൂ, എന്റെ വകയിലല്ല, അമാനി മൗലിയുടെ ഖുർആൻ പരിഭാഷ തന്നെ ഞാൻ നോക്കി വായിക്കുന്നു. ജലാബീബ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما എന്ന ആയത്ത് പറഞ്ഞപ്പോൾ ആ ആയത്തിന് മുജാഹിദിന്റെ നേതാവ് അമാനി മൗലവി എഴുതുന്ന അർത്ഥം കേട്ടോളൂ. മേൽമൂടി, മേലാട, ചുറ്റിപ്പുത, മേലങ്കി, മൂടുവസ്ത്രം മുതലായ വാക്കുകളിൽ മലയാളത്തിൽ ഇതിന് വിവർത്തനം നൽകപ്പെടുന്നു. അവരുടെ മേൽ താഴ്ത്തിയിടണം എന്ന് അള്ളാഹു പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാകുന്നു. ശരീരം മുഴുവനും തലയും കഴുത്തും മുഖവും അടക്കം ജിൽബാബ് കൊണ്ട് മൂടി മറക്കേണ്ടതുണ്ടെന്നാണ് പ്രത്യക്ഷത്തിൽ ഇതിൽ നിന്ന് വരുന്നത്. മുഖം മറക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആന്റെ അർത്ഥ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെ മുഖം മറക്കാതെ സ്റ്റേജ് കയറ്റി ഫോട്ടോ എടുപ്പിച്ച മൗലവിമാര് പുരോഗമിക്കുന്നുണ്ട് AP അബ്ദുൽ ഖാദിർ മൗലവി പറയും. എവിടത്തേക്കുള്ള പുരോഗമനമാ മൗലവിമാരെ? ഖുർആനിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകുന്നതിലുള്ള പുരോഗമനമോ? എനിക്ക് കേട്ടോളൂ. നിങ്ങൾ അമാനി മൗലവി
അതിനുശേഷം അയാളെ വകയിൽ ഒരു ദുർവ്യാഖ്യാനം പറഞ്ഞു. എന്ത്? നേരത്തെ പറഞ്ഞ ആയത്തിൽ മുഖവും മുങ്കയും ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ മുഖവും മുങ്കയും അയച്ചു എന്ന് മനസ്സിലായിക്കൂടെ എന്ന് അയാളെ വകയിൽ ഒരു ദുർവ്യാഖ്യാനം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടായി. അത് ശരിയല്ലല്ലോ പറയുന്നത്. നേരത്തെ പറഞ്ഞ മുഖവും മുങ്കയും അയച്ചു എന്ന് പറഞ്ഞത് സഹാബികൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, അത് വീട്ടിൽ നിന്നാണല്ലോ, ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് പോരല്ലോ എന്ന മനസാക്ഷി കുത്തുണ്ടായിട്ട് മുജാഹിദിന്റെ ഔദ്യോഗിക മലയാള പരിഭാഷയില്, ഖുർആൻ പരിഭാഷയില് എഴുതുന്ന കേട്ടോളൂ. സാധാരണ നിലയിലാകുമ്പോൾ മാത്രമാണ് സൂറത്തുന്നൂറിൽ മുഖം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതെന്നും വെളിയിൽ പോകുമ്പോൾ മുഖവും മറക്കേണ്ടതുണ്ടെന്നാണ് ഈ വചനത്തിന്റെ താല്പര്യമെന്നും, എങ്കിലും കണ്ണിന്റെ കാഴ്ചക്ക് ഭംഗം വരാത്തവണ്ണം കണ്ണുകൾ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും സഹാബികളും താബിഉകളും അടക്കമുള്ള പല മഹാന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് താനും. സഹാബികളും താബികളും ഒക്കെ പറഞ്ഞത് എന്താണ്? ഒരു കണ്ണൊഴിച്ച് ബാക്കി മുഴുവനും, വെളിക്ക് പോകുന്ന സമയത്ത് കണ്ണൊഴിച്ച് ബാക്കി മുഴുവനും സ്ത്രീകൾ മറക്കേണ്ടതാണ്. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയാണ് വായിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഖുർആൻ പരിഭാഷ ആർക്ക് വെച്ചതാണ് മൗലൈമാരെ? വിറ്റി കാശുണ്ടാക്കാൻ വേണ്ടി എഴുതിയതാണോ, അല്ലെങ്കിൽ നിങ്ങളെ സ്ത്രീകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതിയതാണോ? എന്തിനാണ് നിങ്ങൾ ഖുർആൻ പരിഭാഷ എഴുതിയത്? ഇനി നമ്മളെ മറ്റേ കമ്പനി ഉണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമി, കേട്ടോളൂ, മൗദൂദിയുടെ ഖുർആൻ പരിഭാഷയാണ് വായിക്കുന്നത്. മൗദൂദിയുടെ ഏത് മൗദൂദി? മൗലാനാ മൗദൂദി. അയാളെ ഖുർആൻ പരിഭാഷയാണ് വായിക്കുന്നത്. കേട്ടോളൂ, ഈ ആയത്തിന്റെ വ്യാഖ്യാനം: പ്രവാചകരെ, സ്വപത്നിമാരോടും പെൺമക്കളോടും വിശ്വാസികളിലെ വനിതകളോടും പറയുക, വിശ്വാസികളിലെ വനിതകളോടും പറയുക, അവർ തങ്ങളുടെ മുഖപടങ്ങൾ താഴ്ത്തിയിടട്ടെ, അവർ തങ്ങളുടെ മുഖപടങ്ങൾ താഴ്ത്തിയിടട്ടെ. അതായത് ഉത്തരീയം ധരിച്ച് അതിന്റെ അഞ്ചലം മേൽഭാഗത്ത് നിന്ന് തൂക്കിയിടട്ടെ. മറ്റൊരു ഭാഷയിൽ മുഖം തുറന്നിട്ട് നടക്കരുത്, മുഖം തുറന്നിട്ട് നടക്കരുത്. മൗദൂദിയുടെ ഖുർആൻ ഭാഷ്യം പേജ് 550-551. പുരോഹിതന്മാര് മാപ്പ് പറയണമെന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതകളെ, ആരാണ് മാപ്പ് പറയേണ്ടത്? മൗദൂദിയാണോ മാപ്പ് പറയേണ്ടത്? അള്ളയാണോ മാപ്പ് പറയേണ്ടത്? ആരാ മാപ്പ് പറയേണ്ടത്? പുരോഹിതന്മാര് മാപ്പ് പറയണം. സ്റ്റേജുമ കയറിയിട്ട് പാച്ച ഹറാമും ചെയ്തിട്ട് പുരോഹിതന്മാര് മാപ്പ് പറയണം. നിങ്ങൾക്കുള്ള വ്യഭിചാരത്തിന് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരണം അല്ലേ? കണ്ണിന്റെ വ്യഭിചാരല്ലേ നോട്ടം? റസൂൽ അങ്ങനല്ലേ പറഞ്ഞത്? എനിക്ക് കേട്ടോളൂ, ഇവിടെ ഖുർആൻ പരിഭാഷ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കുന്നു കേട്ടോ. വൽഖവാഇദു മിനൻ നിസാഇ അല്ലാതി ലാ യർജൂന നികാഹൻ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ അൻ യളഅന സിയാബഹുന്ന ഗൈറ മുതബർരിജാതിൻ ബിസീന വഅൻ യസ്തഅഫിഫ്ന ഖൈറുൻ ലഹുന്ന വല്ലാഹു സമീഉൻ അലീം. സ്ത്രീകളിൽ നിന്ന് വാർദ്ധക്യം നിമിത്തം വിവാഹം പ്രതീക്ഷിക്കാവതല്ലാത്ത ഇരുപ്പിലായവരാകട്ടെ, അവർക്ക് അവരുടെ പർദ്ദാവസ്ത്രങ്ങൾ അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ എടുത്തുവെക്കുന്നതിന് തെറ്റില്ല. ചാരിത്ര സംരക്ഷണത്തിന് ശ്രമിക്കുന്നത് അവർക്ക് നല്ലതുമത്രേ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. എനിക്ക് കേട്ടോളൂ, അൽ ഖവാഇദ്, അൽ ഖവാഇദ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ നിമിത്തം ഭർത്താവിന്റെ ആവശ്യവും പ്രതീക്ഷയുമില്ലാതെയും സന്താനങ്ങൾ ജനിക്കാതെയുമുള്ള അവസ്ഥയെത്തിയ സ്ത്രീകളാവുന്നു. അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മറക്കേണ്ടുന്ന വിഷയത്തിൽ സാധാരണ സ്ത്രീകളുടെ അത്ര തന്നെ നിഷ്കർഷത ഇവർക്ക് ആവശ്യമില്ലെന്നാണ് ഈ ആയത്ത് കാണിക്കുന്നത്. ആർക്ക്? വളരെ കിഴവികൾക്ക് സാധാരണ സ്ത്രീകളുടെ അത്ര വേണ്ട. അവരുടെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം തീരെ വസ്ത്രമില്ലാതിരിക്കുക എന്നല്ല. പർദ്ദയുടെ വസ്ത്രങ്ങളായ ചുറ്റിപ്പുത, മൂടുവസ്ത്രം മുതലായവ എടുത്തു വെച്ച് സാധാരണ രീതിയിലുള്ള തുണി, കുപ്പായം, മക്കന എന്നിവയുമായി പുരുഷന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടാം എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആർക്ക്? ഈ കിഴവികൾക്ക്. ഇവിടെ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ഇപ്പറഞ്ഞതാണെന്നുള്ളതിൽ ആർക്കും ഭിന്നാഭിപ്രായമുള്ളതായി അറിയപ്പെടുന്നില്ല. എന്നാൽ അതും അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കുന്നവരല്ലാത്ത നിലയിൽ
ആയിരിക്കണമെന്ന നിബന്ധന പ്രത്യേകം ഗൗനിക്കേണ്ടിയിരിക്കുന്നു. കിഴവിയായിരുന്നാൽ പോലും വേഷഭൂഷണങ്ങൾ നിമിത്തം ചിലപ്പോൾ അവൾ സൗന്ദര്യവതിയായി തോന്നിപ്പോവുകാനിടയുള്ളത് കൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അലങ്കാരമൊന്നും പ്രദർശിപ്പിക്കാത്ത വിധത്തിലായാൽ തന്നെയും സാധാരണ വസ്ത്രങ്ങൾ കൊണ്ട് മതിയാക്കാതെ മറ്റു സ്ത്രീകളെ പോലെ അവരും പർദ്ദാവസ്ത്രം ഉപയോഗിക്കുകയാണ് കൂടുതൽ നല്ലതെന്നത്രേ ചാരിത്രം സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ് എന്ന വാക്യം വ്യക്തമാക്കുന്നത്. ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പർദ്ദയുടെ പ്രാധാന്യം. ഇതെല്ലാം പ്രസ്താവിച്ചു കഴിഞ്ഞ ശേഷം ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന ഒരു കാര്യവും എന്നൊരു താക്കീതും. ഇനി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ത്രീകൾ ഇവിടെ പ്രസംഗിച്ചതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ അമാനി മൗലവി ഖുർആൻ പരിഭാഷയിൽ എന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷ സമ്പർക്കത്തിലും ഔറത്ത് വെളിവാക്കുന്നതിലും അനിയന്ത്രിതമായ ഇന്നത്തെ ചുറ്റുപാടിൽ, അപ്പൊ ഇന്നത്തെ ചുറ്റുപാട് അനിയന്ത്രിതമാണ് എന്നാണ് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ പറയും. മുസ്ലിങ്ങളായ നാം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ മാനിച്ച് പോരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മൗലവിയുടെ വകയിൽ ഒരു പ്രാർത്ഥന. അതിനുശേഷം അയാൾ പറയാണ്, ഇസ്ലാമിലെ പർദാ നിയമങ്ങളെ പഴഞ്ചനും മാമൂലുമായി ചില മുസ്ലിങ്ങൾ പോലും കരുതി വശായിട്ടുണ്ട്. എ പി അബ്ദുൽ ഖാദർ മൗലവിനെ പറ്റിയാ പറയുന്നത്. ഏതോ ചുരുക്കം ചില സ്ത്രീകൾ, ഇന്ന് അത്തരക്കാരെ വളരെ വിരളമായ കാണുകയുള്ളൂ, അന്ധമായി അതിര് കവിഞ്ഞതിന്റെ പേരിൽ നിയമാനുസൃതമായ പർദാ നിയമങ്ങളെപ്പോലും ആക്ഷേപിക്കുകയും പരിഹാസ്യമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചിലരെയും കാണാം. കുത്തഴിഞ്ഞ അധാർമിക പ്രസ്ഥാനങ്ങളുടെയും പരിപൂർണ നഗ്നനൃത്തം വരെയുള്ള അശ്ലീല കലങ്ങളുടെയും ഒഴുക്കിൽപ്പെട്ട് മനുഷ്യന്റെ മനുഷ്യത്വവും പുരുഷന്റെ പുരുഷത്വവും സ്ത്രീയുടെ സ്ത്രീത്വവുമെല്ലാം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. മാനുഷിക മൂല്യങ്ങളെ അതിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആധുനിക പരിഷ്കാര സംസ്കാരങ്ങളുടെ ദൃഷ്ടിയിൽ ഇസ്ലാമിലെ പർദാ നിയമം അപമാനിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല. സുന്നികളിൽ പറഞ്ഞൊക്കെ അത്ഭുതം, എല്ലാവരും അപമാനിച്ചു വരും, അതിൽ അത്ഭുതമൊന്നുമില്ല, ഇസ്ലാം അങ്ങനെ തന്നെയാണ് എന്നാണ് മുഹമ്മദ് അമാനി മൗലവി മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ പറയും. പക്ഷേ അമാനി മൗലവി പറയാണ് എ പി അബ്ദുൽ ഖാദറിനെ പറ്റി, പക്ഷേ പണ്ഡിത വേദികളിൽ നിന്നു തന്നെ ചില ആളുകൾ പർദാ നിയമങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ജനഹിതത്തിനൊത്തു ലഘൂകീകരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തു കാണുന്നതാണ് അത്ഭുതം. പർദയെ സംബന്ധിച്ചിടത്തോളം ഇനി പർദ പാക വന്നാലിപ്പോ സുന്നികളെ കൊണ്ടുവരുന്ന ദോഷം എന്താ? പർദ കടുപ്പം കൂട്ടിയിട്ട് പെണ്ണുങ്ങളെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല, പെണ്ണുങ്ങൾ പള്ളിയിൽ വരാത്തതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, ഇതല്ലേ വരിക. അതിനെപ്പറ്റി അയാൾ പറയാണ്, ആര് മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷ ഞാൻ വായിക്കുന്നത്. എന്താ പറയുന്നത്? സുന്നികളെ പറ്റി പറയാണ് അയാള്. പർദയെ സംബന്ധിച്ചിടത്തോളം അതിൽ അതിരു കവിഞ്ഞാലുണ്ടായേക്കുന്ന, സുന്നികൾ അതിരു കവിയാൻ തന്നെ വെക്കവള്, അതിരു കവിഞ്ഞാലുണ്ടായേക്കുന്ന ദോഷ ഭവിഷ്യത്തുകളെക്കാൾ എത്രയോ മടങ്ങ് അപായകരമാണ് അത് കൈവടിയുന്നതിന്റെ അനന്തരഫലങ്ങളെന്ന് അവർ ഓർക്കുന്നില്ല. നമ്മള് ഈ പർദാ നിയമം കണ്ട് കടുപ്പം കൂട്ടിയാൽ എന്താ വരിക? കൂടി വന്നാൽ എന്താ വരിക? പെണ്ണുങ്ങളെ കാണാണ്ടായി പോകുന്നുള്ളൊരു ദോഷമല്ലേ വരുള്ളൂ. അതേസമയത്ത് അത് ഇല്ലാണ്ടാക്കിയാലോ വരുന്ന ദോഷം എന്താണ്? തുടങ്ങൽ നോട്ടം കൊണ്ട് വിജയപാതയിൽ പോയാൽ എത്തല് ശരിയായ വിചാരത്തിലും. ഇതാണ് മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ പരിഭാഷ. ഇനിയും ഇങ്ങനെ അയാൾ പറഞ്ഞിട്ട് പിന്നെ അയാൾ ആയത്തു ഹദീസും ഇങ്ങനെ തെളിവ് പറയാണ്. ആരെപ്പറ്റി? ഇപ്പോഴത്തെ ഈ ആധുനികർ എന്ന് പറയുന്നവരുണ്ടല്ലോ, പുരോഗമന ചിന്താഗതിക്കാരുടെ കൂട്ടായ്മ വേണം, ബുദ്ധിജീവിയുടെ കൂട്ടായ്മ വേണം. മുജാഹിദിന്റെ പെണ്ണ് പറഞ്ഞില്ലേ, അതിനെ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ എതിർക്കുന്നത് നോക്ക് നിങ്ങൾ. ഞാൻ വായിക്കാം. യഥാർത്ഥ മതവിജ്ഞാനം ലഭിക്കാത്ത അഭ്യസ്ത വിദ്യരിലും പുരോഗമനേച്ഛകളെന്ന് അവകാശപ്പെടുന്നവരിലുമാണ് ഇവർ കൂടുതലുള്ളത്. അർദ്ധനഗ്നരായും പുരുഷന്മാരെ ആകർഷിക്കുന്ന വേഷഭൂഷണങ്ങൾ അണിഞ്ഞും പരസ്യവിഹാരം ചെയ്യുവാൻ സങ്കോചമില്ലാത്തവരാണെന്ന വസ്തുതയും നിഷേധിക്കുക സാധ്യമല്ല. മുജാഹിദിന്റെ വനിതാ വിഭാഗത്തിനെ പറ്റിയാണ് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ പറയുന്നത്. അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വിധി എന്തു തന്നെ ആയിരുന്നാലും ശരി, മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് ഇതൊട്ടും ചേർന്നതല്ല. ഇത്തരം സംസ്കാരവും ഇസ്ലാമുമായി വിദൂരബന്ധം പോലുമില്ല തന്നെ.
പേരോട് വന്നിട്ട് ഇസ്ലാമായിട്ട് ബന്ധമില്ല മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ പരിപാടിക്ക് എന്ന് പറഞ്ഞല്ല. മുഹമ്മദ് അമ്മാനി പോലും ഈ പരിഭാഷ പറഞ്ഞ കാര്യം ഞാൻ എടുത്തു വായിച്ചതാ. കേട്ടോളി. വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ശരീരത്തിന്റെ കുറെ ഭാഗം വെളിക്കു കാണുന്ന വിധം അർദ്ധധാരണ കൊണ്ട് മതിയാക്കുകയോ ശരീരാവയവങ്ങളെ പ്രത്യക്ഷത്തിൽ കാണുന്ന വിധം നൈലോൺ പോലുള്ള സ്ഫടിക സമാനമായ നേർന്ന വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നവരും പുരുഷന്മാരെ ആകർഷിക്കുമാറുള്ള പെരുമാറ്റങ്ങളും നടപടികളും സ്വീകരിച്ചു വരുന്നവരുമായ സ്ത്രീകളെക്കുറിച്ച് നിസാവും കാസിയാത്തുൻ ആരിയാത്തും മുമീലാത്തും മായിലാത്ത് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നബി പ്രസ്താവിച്ചിരിക്കുന്നു. സ്ത്രീകൾ, പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നില്ല, ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റിഹഹാ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർക്കതിന്റെ പരിമളം പോലും ലഭിക്കുകയുമില്ല. അപ്പൊ നമ്മളെ ശരീരം പൂർണ്ണമായി മറക്കാതെ ഇവിടെ വന്ന് പ്രസംഗിച്ച ഏതെല്ലാം ആയിഷയും ഖദീജയൊക്കെ ഉള്ളത് അവർക്കൊന്നും സ്വർഗത്തിന്റെ വാസന പോലും ഉണ്ടാവില്ല എന്നാണ് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ പേജ് 2246 പറയും. ഇനി കേട്ടോളൂ, സ്ത്രീകള് സ്റ്റേജിൽ കയറേണ്ടവരാണോ? സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങേണ്ടവരാണോ? ഖുർആൻ എന്ത് പറയുന്നു നോക്കാം. സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരാണോ? ഖുർആൻ എന്ത് പറയുന്നു നോക്കാം. ഖുർആൻ വലിച്ചെറിഞ്ഞതാണ് സർവ്വ മൗലവിമാർക്കുമുള്ള എല്ലാ രോഗത്തിന്റെയും കാരണം. കേട്ടോളൂ, അല്ലാഹു പറയും, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അല്ലാഹു പറയുന്നു, അതിന്റെ അർത്ഥോ പേരോട് പറഞ്ഞിട്ട് തെറ്റിപ്പോണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മള് മൗദൂദിന്റെ പരിഭാഷ വായിക്കാം. ആയത്തിന് കേട്ടോളി. നിങ്ങൾ, സ്ത്രീകളോടാണ്, നിങ്ങൾ സ്വവസതികളിൽ ഒതുങ്ങിയിരിക്കുക. നിങ്ങൾ സ്വവസതികളിൽ ഒതുങ്ങിയിരിക്കുക. ഖുർആനാണേ പറയുന്നത്. എന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഖുർആനാണ്, മൗദൂദിന്റെ ഖുർആൻ പരിഭാഷയാണേ വായിക്കുന്നത്. നിങ്ങൾ സ്വവസതികളിൽ ഒതുങ്ങിയിരിക്കുക. പഴയ ജാഹിലിയ കാലത്തെ പോലെ ചന്തം കാട്ടി വിലസി നടക്കാതിരിക്കുക. നമസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക. ഇങ്ങനെയാണ് പോലും അതിന്റെ അർത്ഥം. അപ്പോ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞു മൗദൂദി. ഇനി മുജാഹിദീങ്ങളെ ഈ ആയത്തിന് എന്താ അർത്ഥം പറഞ്ഞത് നോക്കാം. ഉമർ മൗലവിന്റെ ഖുർആൻ പരിഭാഷ. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉറച്ചിരിക്കുവീൻ. ഒരേ പിയർന്ന് കാറുപോലെ വന്നാൽ നിങ്ങൾ പോണ്ടെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉറച്ചിരിക്കുവീൻ. പഴയ ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ അവരുടെ അഴക് പുറത്ത് കാണിച്ചിരുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അഴക് പുറത്ത് കാണിക്കരുത്. നിങ്ങൾ നിസ്കാരം നിലനിർത്തുവീൻ, സകാത്ത് കൊടുക്കുവീൻ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുവീൻ. ഉമർ മൗലവിന്റെ പരിഭാഷ 425 പേജ്. ഇനി ചെറിയ മുണ്ഡം അബ്ദുൽ ഹമീദ് മദനി പരിഭാഷ. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അടങ്ങിക്കഴിയുകയും ചെയ്യുക, അദ്ദേഹത്തിന്റെ പരിഭാഷ. ഇനി അമാനി മൗലവിന്റെ പരിഭാഷ 2590 പേജ്. അതിലും ഇത് തന്നെ പറയും. സഹോദരന്മാര്, നിങ്ങൾ ചിന്തിക്കണം. അതാ കേട്ടോളി, അയാൾ പരിഭാഷയിൽ വിശദീകരിച്ച് പറയും. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുക. അത് വിശദീകരിച്ചിട്ട് അയാൾ പറയാണ്, സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി സംസാരിക്കുന്നത് വളരെ താഴ്മയോടും മാർദ്ദവത്തോടും കൂടിയാകുമ്പോൾ യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇത്തഖൈതുന്ന ഫലാ തഖ്ളൈന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി സംസാരിക്കുന്നത് വളരെ താഴ്മയോടും മാർദ്ദവത്തോടും കൂടിയാകുമ്പോൾ അതിന് ഒരു പ്രത്യേക ആകർഷത്വം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചില സ്ത്രീകളുടെ ശബ്ദം തന്നെ പ്രത്യേകം ആകർഷകമായെന്ന് വരും.
അങ്ങനത്തെ വരെ നോക്കിയാ പ്രസിഡന്റ് ആക്കുക. കൂടുതൽ ആള് കൃഷിക്കണല്ലോ. ഇനി കേട്ടോളിയും ബാക്കി. ശ്രോതാവ് ദുർബല ഹൃദയനോ, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ നോക്കിയാ വായിക്കുന്നു. ശ്രോതാവ് ദുർബല ഹൃദയനോ അശുദ്ധ ഹൃദയനോ ആണെങ്കിൽ അവൻ ആ സംസാരം മൂലം അനാവശ്യമായ വികാരങ്ങൾക്ക് വിധേയനായേക്കുകയും ചെയ്യും. അശുഭകരമായ ഇത്തരം സംഗതികൾക്ക് ഇടയാക്കരുതെന്നാണ് ഈ കൽപ്പനയുടെ ഉദ്ദേശം. ഈ സൂറത്തിൽ നബിയുടെ കേട്ടോളി, ഈ സൂറത്തിൽ നബിയുടെ പത്നിമാരെ അഭിമുഖീകരിച്ച് പ്രസ്താവിച്ചിട്ടുള്ള മിക്ക വിധികളും മുസ്ലിം സ്ത്രീകൾക്കെല്ലാം തന്നെ ബാധകമായതാണെന്ന് ഓർക്കേണ്ടതാകുന്നു. അപ്പൊ യാനിസാൻ നബി, നബിയുടെ ഭാര്യമാരെ എന്ന തുടക്കത്തിലുള്ളത് കൊണ്ട് ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന് മനസ്സിലാക്കണ്ട. എന്നിട്ട് അയാൾ പറയും, ജാഹിലിയത്തിലെ സ്ത്രീകളെ പോലെയുള്ള വേഷ സംവിധാനങ്ങളും സൗന്ദര്യ പ്രകടനങ്ങളും പുരുഷ സമ്പർക്കങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായ നിങ്ങൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. അതെല്ലാം നിങ്ങൾ വർജിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരുന്ന് നിങ്ങളുടെ അന്തസ്സും മാന്യതയും പാലിക്കണം. ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. മുജാഹിദിന്റെ മൗലവിമാർ പരിഭാഷയിൽ എഴുതിയത്. ഞങ്ങൾ അതാ പെണ്ണുങ്ങളോട് പറയുന്നത്. അല്ലാഹു പറഞ്ഞത് എന്താണ് അതാ ഞങ്ങൾ പറയുന്നത്. കേട്ടോളി, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരുന്ന് നിങ്ങളുടെ അന്തസ്സും മാന്യതയും പാലിക്കണം എന്നൊക്കെയാണ് അള്ളാഹു അവരെ ഉപദേശിക്കുന്നത്. അച്ചടക്ക സംബന്ധമായ നിർദ്ദേശങ്ങളെ തുടർന്നുകൊണ്ട് നമസ്കാരത്തെ പറ്റിയും സക്കാത്തിനെ പറ്റിയും ഓർമ്മിപ്പിക്കുന്നു. ഇനിയും കേട്ടോളൂ, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ഇന്നൽ മർഅത ഔറത്തുൻ ഫൈദാ ഖറജത് മിൻ ബൈതിഹാ ഇസ്തസ്റഫഹ ശൈത്താൻ വഅഖറബു മാ തകൂനു മിൻ റഹ്മത്തി റബ്ബിഹാ വഹിയ ഫീ ഖഅരി ബൈതിഹാ അത്തുർമുദി വൽ ബസാർ. സാരം, നിശ്ചയമായും സ്ത്രീ ഗോപ്യമായി വെക്കപ്പെടേണ്ടവളാണ്. റസൂലുള്ള പറഞ്ഞ ഹദീസ് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ നോക്കിയാണ് ഞാൻ അർത്ഥം പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. സ്ത്രീകളെ മുതലക്കുളം മൈതാനിയെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കണം എന്നാണോ? അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് നിസ്കരിക്കുമ്പോൾ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുക്കണമെന്നാണോ? സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവന്ന് പൗരന്മാർക്ക് കാഴ്ച വെക്കണമെന്നാണോ? എന്താണ് ഹദീസ് പറഞ്ഞത്? മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ ഞാൻ വായിക്കുന്നത് കേട്ടോളി. നിശ്ചയമായും സ്ത്രീ ഗോപ്യമായി വെക്കപ്പെടേണ്ടവളാണ്. അവൾ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിശാചു അവളെ വെളിക്ക് വരുത്താൻ ശ്രമിക്കും. അവളുടെ റബ്ബിന്റെ കാരുണ്യത്തോട് അവൾ കൂടുതൽ അടുത്തവളായിരിക്കുക അവൾ അവളുടെ വീട്ടിനുള്ളിലായിരിക്കുമ്പോഴാണ്. തുർമുദി ബസാർ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അപ്പൊ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയെ തന്നെ പറയുന്ന പെണ്ണ് ഗോപ്യമായി വെക്കേണ്ടവളാണ്. പുറത്തു വന്നോ പിശാച് കൂടും, എ പി അബ്ദുൽ ഖാദിർ മൗലവി കൂടും എന്ന് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയില്, മുജാഹിദിന്റെ ഔദ്യോഗിക ഖുർആൻ പരിഭാഷയില് ഹദീസിനർത്ഥം പറഞ്ഞതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇനിയും കേട്ടോളൂ സഹോദരന്മാരെ, ഇനി എന്തിനാണ് തെളിവ് പറയുന്നത്? മൗദൂദി, മുജാഹിദിന്റെ പരിഭാഷ, ഉമർ മൗലവിന്റെ പരിഭാഷ, ഖുർആന്റെ സർവ പരിഭാഷ ഞാനീ പറഞ്ഞത് അങ്ങനെ തന്നെ എഴുതിയിട്ടില്ലേ? ഈ എഴുതിയ ആയത്തുകൾ, ഈ പറഞ്ഞ ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ, ഇത് മുഴുവനും ഒരു ഭാഗത്ത് വലിച്ചെറിഞ്ഞിട്ട് കുറെ യുവതികളായ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരുന്നതിന് ഒരു ഈമാനുള്ള മനുഷ്യന് എങ്ങനെ ധൈര്യം വരും സഹോദരന്മാരെ? അള്ളാഹു പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഈ ആയത്തിന് പേരോട് പറയുന്ന അർത്ഥം സ്വീകരിക്കണ്ട. നിങ്ങൾ നിങ്ങളെ മദനി എഴുതി വെച്ച അർത്ഥം നോക്കിക്കോ. മുഅ്മിനായ പുരുഷന്മാർക്കോ മുഅ്മിനത്തുകളായ സ്ത്രീകൾക്കോ അല്ലാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറത്തു, പിന്നെ അവർക്കവിടെ സ്വാതന്ത്ര്യം വാദിക്കാൻ പാടില്ല. അള്ളയും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കലല്ലാതെ പിന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കാൻ ഈമാനുള്ള ആണിനോ ഈമാനുള്ള പെണ്ണിനോ പാടുള്ളതല്ല. സഹോദരന്മാരെ, ഇത് നിങ്ങളെ പരിഭാഷയിൽ മുജാഹിദിന്റെ മൗലവിമാരോട് ഞാൻ പറയുന്നത്
നിങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ എഴുതി വെച്ചതാണ്. ഇനി ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പെണ്ണിന് പള്ളിയിൽ പോകേണ്ടതുണ്ടോ ഇല്ലേ? ഇതുവരെ പറഞ്ഞത് പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങുന്നതിനെ കുറിച്ചാണ്. പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങി സ്റ്റേജിൽ വരുന്നതും, പെണ്ണ് പ്രകടനത്തിൽ പങ്കെടുക്കുന്നതും, പെണ്ണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും, പെണ്ണ് സ്റ്റേജിലേക്ക് വരുന്നതും പ്രകടനം നടത്തുന്നതും, ഇങ്ങനെ തുടങ്ങി പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസും പഠിപ്പിച്ച ആശയമാണ് പറഞ്ഞത്. സാധുവായ എനിക്കറിയില്ല, ഈ മുതലക്കുളത്ത് എന്റെ അവസാനത്തെ പ്രസംഗമാണോ ആദ്യത്തെ പ്രസംഗമാണോ? എന്നെ പടച്ച റബ്ബിനല്ലാതെ എനിക്കതറിയില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പരിശുദ്ധ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട്, അത് തന്നെയും മറുവശത്തിന്റെ പരിഭാഷകൾ വായിച്ചുകൊണ്ട് ഇവിടെ പറയാൻ തൗഫീഖ് തന്ന റബ്ബിന് അൽഹംദുലില്ലാഹ്. ദീർഘകാലം ഈ സത്യം പറയാൻ നമുക്കും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും തൗഫീഖും ആരോഗ്യവും ഏറ്റി കൊടുക്കട്ടെ.